കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഏവിയേഷൻ സ്കൂൾസിൽ, അതായത് ട്രിവാൻഡ്രത്തുള്ള ദ ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ. ഇന്ന് നമ്മൾ ഈ സ്കൂളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. യെസ്, ഈ ഏവിയേറ്റർ സ്കൂളിന്റെ ഏറ്റവും മറ്റൊരു ഹൈലൈറ്റ് ഞാൻ മനസ്സിലാക്കിയത് 3 years ആയിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിങ്ങൾ വരും നോക്കിക്കഴിഞ്ഞാൽ ഈ ഏവിയേറ്റർ സ്കൂളിൽ ഫ്രീ വെബിനാർ എവറി ഫ്രൈഡേ മുടങ്ങാതെ 7 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ മറ്റുള്ള സ്കൂളുകളെയും മറ്റുള്ള ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും ഇന്നത്തെ സമയത്ത് കൂടുതലായിട്ട് വരിക. പക്ഷെ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ നമ്മുടെ സ്കൂളിങ്ങിന്റെ ആ കാര്യങ്ങളിൽ എത്ര നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിൽ ഓറിയന്റഡ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത്. സ്ക്രീൻ കാണുന്നില്ല, ഈ സ്ക്രീനാണ് നമ്മുടെ ഇവരുടെ ഫുൾ ഡാറ്റ അതിനകത്ത് വരും. ഈവൻ ഇവരുടെ ഇന്റേണൽ മാർക്സ് ആയിക്കോട്ടെ, ഇവരുടെ ഫ്ലൈറ്റ് ലോഗറിന്റെ ആക്സസ്, അവരുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അവരുടെ പ്രോഗ്രഷൻ എങ്ങനെയുണ്ട്. ഗ്രൗണ്ട് ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഇപ്പൊ ഈ ബാച്ചിന് ഗ്രൗണ്ട് ക്ലാസ്സസ് 1 വർഷമാണ് ഗ്രൗണ്ട് ക്ലാസ് വരിക. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം DGCA അണ്ടറിൽ മീറ്റിയറോളജി, റെഗുലേഷൻസ്, നാവിഗേഷൻസ്, റേഡിയോ ടെലിഫോണി എന്ന് പറയുന്ന 4 തിയറി പേപ്പർ പ്ലസ് RTRന്റെ പ്രാക്ടിക്കൽ സൈഡ് ഒരു പേപ്പറുണ്ട്. ട്രാൻസ്മിഷൻ, നമ്മൾ ATCയും പൈലറ്റ്സും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്ന സ്ക്രീനിങ് കഴിഞ്ഞ് ഒരു സ്റ്റുഡന്റ് കയറി വെച്ചിട്ട് തീർന്നില്ല. നമുക്ക് ഫിസിക്സും മാത്സും ടെസ്റ്റ് ഉണ്ട്. ഇവരെല്ലാരും അതും കഴിഞ്ഞിട്ടാണ് പിന്നെ കയറുന്നത്. ദാറ്റ്സ് ഓൺ എ ലൈറ്റർ ബേസിസ്. വിൽ ചെക്ക് ബേസിക്സ് വേണം അവർക്ക്. ഇനി ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ചോദിക്കട്ടെ ക്യാപ്റ്റന്റെ അടുത്ത്, നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്ന പോലെ അത്രയ്ക്ക് ഈസിയാണോ ഈ ഫ്ലൈറ്റ് ഓടിക്കുക എന്ന് പറയുന്നത്? ഞാൻ ഇതിനൊരു ഉത്തരം വേറെ രീതിക്ക് പറയട്ടെ. രമ്യക്ക് ഞാൻ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് തന്നു കഴിഞ്ഞാൽ would it answer your question? Yes. Okay. ഫോഴ്സ്ഫുള്ളി അങ്ങനെ റൂൾ വെച്ചിരിക്കുകയാണ്. വി ഡോണ്ട് വാണ്ട് ദ സ്റ്റുഡൻസ് ടു വേസ്റ്റ് ദെയർ ടൈം. ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, ഒരു ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ മാത്രമല്ലോ. ഐ തിങ്ക് ഇഫ് യു നോട്ട് ഗെറ്റിംഗ് ത്രൂ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ലുക്ക് ഫോർ അനദർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എന്തോ ഭയങ്കര സംഭവം ഉണ്ടായിട്ടൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. സംതിങ് സ്പെഷ്യലില് ഇന്ന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഏവിയേഷൻ സ്കൂൾസിൽ, അതായത് ട്രിവാൻഡ്രത്തുള്ള ദ ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ. ഇന്ന് നമ്മൾ ഈ സ്കൂളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. യെസ്, കാരണം ഇതിന്റെ ഫൗണ്ടർ മിസ്റ്റർ ചിൻറ്റു കാർത്തികേയൻ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ചിൻറ്റുവിൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഇന്റർവ്യൂ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചു. അന്ന് ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂവിന് ശേഷം ചോദിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതെല്ലാം കേട്ടപ്പോൾ എങ്ങനെ നല്ലൊരു പൈലറ്റ് ആവാം എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം ഇദ്ദേഹത്തിന് ആക്ച്വലി ഒരു സ്കൂളുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത്, നമ്മുടെ കുട്ടീനെ ഇതുപോലത്തെ ഒരു നല്ല സ്കൂൾ എവിടെയാണുള്ളത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രെയിനിങ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു 10,000 ഡൗട്ട്സും ചോദ്യങ്ങളും പല പാരന്റ്സിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു ഈ ഒരു ബെസ്റ്റ് സ്കൂൾ, ദ ഏവിയേറ്റർ, ഈ സ്കൂൾ തന്നെ എങ്ങനെയാണ് ഇവർ ഫംഗ്ഷൻ ചെയ്യുന്നത്, ഹൗ അതിന്റെ ഒരു പ്രോസസ്, ഇതിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ്, ഇവിടെ നിന്നും എങ്ങനെ നമുക്കൊരു നല്ലൊരു പൈലറ്റ് ആവാം എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ടൂറാണ് ഇന്ന് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എൻ്റർ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഏവിയേറ്റർ സ്കൂളിൽ ഞാൻ ആദ്യം ഇവിടെ എന്നെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ലക്ഷ്മി ഉണ്ടാവും ചിൻറ്റു പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് മീറ്റ് ലക്ഷ്മി ഫസ്റ്റ്. ഇവിടുത്തെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആണ് ലക്ഷ്മി. ഓ ഹായ് ഹായ്. ാണ് ഈ ദ ഏവിയേറ്റർ സ്കൂളിന്റെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ. യെസ് ലക്ഷ്മി, ഹൗ യു? I'm fine. How are you? Yeah, good. Yes, ലക്ഷ്മി, നമുക്ക് ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഒരു കുട്ടിക്ക് നല്ലൊരു പൈലറ്റ് ആവണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമുള്ള കുട്ടികൾ ഏത് കോഴ്സ് കഴിയുമ്പോൾ ഇവിടെ വരണം, എപ്പോഴാണ് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ഇവിടുത്തെ ഒരു ടീച്ചിങ്, നിങ്ങളുടെ ഒരു കരിക്കുലം, ഇതിനെക്കുറിച്ച് എല്ലാം ഞങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ലക്ഷ്മി എന്തൊക്കെയാ ചെയ്യണം ഇവിടെ? ലക്ഷ്മി സ്റ്റുഡന്റ് കോർഡിനേറ്റർ അല്ലേ? അപ്പൊ ലക്ഷ്മി ഇപ്പൊ ഒരു സ്റ്റുഡൻസ് ഓരോരുത്തരും വരും. ഇവിടെ തന്നെ ഫസ്റ്റ് ഞാൻ വന്നപ്പോ തന്നെ ഫസ്റ്റ് എന്നത് പെട്ടെന്ന് ആർക്കും ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കോർപ്പറേറ്റ് ഓഫീസിലെ പോലെ നിങ്ങൾ ഇവിടെ കൺട്രോളിംഗ് ആണ്, ഒരാൾ ഉള്ളിൽ കയറണോ വേണ്ടത്. അതെന്തുകൊണ്ടാ അങ്ങനെ?
സോ ബേസിക്കലി ഒരു ബയോമെട്രിക് സിസ്റ്റം നമുക്ക് സ്റ്റാഫിനായിരുന്നാലും സ്റ്റുഡൻസിനായിരുന്നാലും അവരുടെ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് അവരുടെ അറ്റൻഡൻസ് ലോഗ് ചെയ്യാനും അവരുടെ ടൈം ഓഫ് എൻട്രി അവരെപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് ക്ലാസ് ഇതിന്റെയൊക്കെ റെക്കോർഡ് കീപ്പിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബയോമെട്രിക് സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റുഡൻസിന് ഇപ്പൊ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ ഫസ്റ്റ് അവരെല്ലാരും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ലക്ഷ്മിനെ ആയിരിക്കും അല്ലേ? അപ്പൊ ഒരാള് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്ക് ഇൻ ചെയ്താൽ ലക്ഷ്മിനെ കണ്ടി കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഡ്മിഷൻ ഇവിടെ കിട്ടുമോ? അങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ അതിന്റെ ഒരു സൈഡും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അക്കാഡമിക്സിലും ഇതിന്റെ കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡും ഒക്കെ നോക്കുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ? നമുക്ക് അവരിലേക്ക് പോവാം. അപ്പം ലക്ഷ്മിയുടെ റോൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് കോർഡിനേഷൻ മാത്രം തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ല? ആക്ച്വലി എനിക്ക് വിസ ഹാൻഡ്ലിംഗ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതായത് സോ ബേസിക്കലി ഇവരുടെ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് പോകുന്ന ടൈമിൽ വിസാസ് പുറത്താണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ വിസ ഹാൻഡ്ലിങ്ങും ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ. അപ്പൊ ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്നത് കാർത്തിക് സാറിന്റെ വൈഫിനെ. അതായത് ഇതിന്റെ ഫൗണ്ടർ ഞാൻ പറഞ്ഞ ചിൻറ്റു കാർത്തികേന്റെ വൈഫ് രജിതയാണ് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ട കംഫർട്ട് കാര്യങ്ങളും കുട്ടികളെ ഇവിടെ എങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ട് സ്റ്റഡീസിന് വേണ്ട എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് അവർക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഇതാണ് നമ്മുടെ രജിത മാഡം. കുട്ടികളെയൊക്കെ ഇവിടെ അഡ്മിഷന് കൊണ്ടുവരുന്ന ആളും രജിത തന്നെയാണ്. ചിൻറ്റു എപ്പോഴും പറയും കൊണ്ടുവരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അല്ല, എന്നാലും രജിത അതായത് ഇവിടുത്തെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഏവിയേറ്റർ സ്കൂളിന്റെ ഇവര് ഫോർ ദ ലാസ്റ്റ് 3 years ആയിട്ടാണ് തോന്നുന്നു വെബിനാർ ചെയ്യുന്നത് അല്ലേ? എവറി ഫ്രൈഡേ 2023 തുടങ്ങിയതാണ്. എല്ലാ ഫ്രൈഡേസും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക്, അത് ഫ്രം 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് തന്നെയുള്ള കുട്ടികൾക്ക് ഫ്രീ വെബിനാർ ഈ ഏവിയേറ്റർ സ്കൂൾ ഇവിടുത്തെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിന്റെ സമയത്ത് ഇവിടെ എപ്പോഴും ഈ രജിത മാഡം ഉണ്ടാവും, രജിത മാഡത്തിന്റെ ഹസ്ബൻഡ് ചിൻറ്റു ഉണ്ടാവും. യെസ്. അപ്പൊ അതിനെ കുറിച്ച് തന്നെ പറഞ്ഞ് നമുക്ക് അങ്ങ് തുടങ്ങാം. ആദ്യം മൈക്ക് വെച്ചോ. ആദ്യമേ തന്നെ രജിത ആ വെബിനാറിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഭവം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എനിക്ക് ഒത്തിരി വർക്ക് പെൻഡിങ് ഉണ്ട്, ഞാൻ അത് തീർത്തിട്ട് വന്നാൽ മതി. ഞാൻ എന്റെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇരിക്കാം. അപ്പൊ യു പ്ലീസ് ക്യാരി ഓൺ. ഞാൻ പോയിട്ട് അപ്പൊ ഞാൻ ടീമിൽ ആരെയും ഇനി കാണാൻ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ. അപ്പോൾ ലക്ഷ്മിയെ പരിചയപ്പെട്ടായിരുന്നോ? ലക്ഷ്മിയാണ് നമ്മുടെ സ്റ്റുഡൻറ് സിഒ. സ്റ്റുഡൻറ് സിഒ എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് കുട്ടികൾ വന്ന് തുടങ്ങുന്ന ടൈം മുതൽ, അതായത് നമ്മൾ വെബിനാർ കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിയുമ്പോൾ മുതൽ ലക്ഷ്മിയാണ് പിന്നെ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റുഡൻറ് സിഒ എന്ന് പറയുമ്പോൾ. അപ്പോൾ കുട്ടികളെ രജിസ്ട്രേഷന് എടുത്ത് പിന്നെ അവർക്ക് സ്ക്രീനിങ്ങിനുള്ള ഡേറ്റ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലക്ഷ്മിയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് സുജിത്ത്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുജിത്ത്. ഇത് നമ്മുടെ ക്യാപ്റ്റൻ അനഘ, ഒരു ഇൻസ്ട്രക്ടറാണ്. അടുത്തത് ക്യാപ്റ്റൻ ശബരീഷ്, അതും ഇൻസ്ട്രക്ടറാണ്. അടുത്തതാണ് ഹെഡ് ഓഫ് ട്രെയിനിങ് സുജിത്ത്, ക്യാപ്റ്റൻ സുജിത്ത്. അപ്പൊ ഇനി നമ്മുടെ ടീമിനെ എല്ലാം ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഞാൻ ഒന്ന് റെഡി ആയിരിക്കും. സുജിത്തിന്റെ ഇവിടുത്തെ റോൾ എന്താണ്? അപ്പോൾ എന്റെ റോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്റ്റുഡന്റ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദ ഡേ 0 to ഒരു എയർലൈൻ കോക്പിറ്റിൽ എത്തുക എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് അവർ പ്രോപ്പറായിട്ട് അതിനകത്ത് പോകുന്നുണ്ട്, അവർക്ക് ഒരു ഇന്ററപ്ഷൻസും വരുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുകയാണ് എൻ്റെ ടാസ്ക്, മെയിൻ ടാസ്ക്. അപ്പോൾ ദാറ്റ് വിൽ ഇൻക്ലൂഡ് ഇവരുടെ ഡിസിപ്ലിൻ ഉൾപ്പെടെ, ഇവിടെ ഗ്രൗണ്ട് ക്ലാസ്സസ് ഉൾപ്പെടെ, ഇവരുടെ ഫ്ലൈയിങ് ഉൾപ്പെടെ. അപ്പോൾ ഇവരുടെ ചെറിയ നമ്മൾ എക്സ്ട്രാ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ BLS ട്രെയിനിങ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട്. അപ്പം ഇതെല്ലാം എൻഷുർ ചെയ്യണം. ഇവരുടെ ഫ്ലൈയിങ് ഉൾപ്പെടെ ഞാൻ അതിനകത്ത് ഐ ഹാവ് ടു മേക്ക് ഷുവർ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട്. സോ മൈ റോൾ ഈസ് ലൈക്ക് അഡ്മിൻ സൈഡിനും അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റിൽ പ്രോപ്പർ നടുക്കായിട്ട് വരും. കുട്ടി പഠിക്കുന്നുണ്ടോ എന്നുള്ളത് പാരന്റ്സ് വന്ന് ചോദിക്കുന്നത് ഒരേ ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ മതി, സുജിത്തിന്റെ അടുത്ത് ചോദിച്ചാൽ മതി അല്ലേ? ഓക്കെ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു സ്കൂൾ ഫംഗ്ഷൻ ചെയ്യുന്നത്? ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? നോർമൽ ഒരു സ്കൂൾ പോലെയാണോ ഒരു ഏവിയേഷൻ സ്കൂൾ എന്ന് പറയുന്നത്? അങ്ങനത്തെ ഒരു സൈഡ്, അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എത്രയായാലും പ്രേക്ഷകർക്ക്. അതൊന്ന് ഡീറ്റെയിൽ ചെയ്യും. ഓക്കെ. സോ ബേസിക്കലി ഒരു സ്റ്റുഡന്റ് വന്നു അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എൻറോൾമെന്റ് ഇത് ചെയ്യുന്നത് ലക്ഷ്മിക്കായിരിക്കും ഫോം പോവുക. അപ്പം ലക്ഷ്മി ആ ഡാറ്റ എടുത്ത് നമ്മുടെ അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. സോ അവരൊരു സ്ക്രീനിങ് പ്രോസസ്സിലൂടെ കടന്നു പോകണം. ബാക്കി കാര്യങ്ങളൊക്കെ ആ ടൈപ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ ഹെഡ് ഓഫ് തിയററ്റിക്കൽ ട്രെയിനിങ് ക്യാപ്റ്റൻ സുജിത്ത് പറയും, ഞാനല്ല, ക്യാപ്റ്റൻ സുജിത്ത്. ഓക്കെ. പുള്ളിയാണ് അതിന്റെ ഫുൾ അക്കാഡമിക് സൈഡ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അവരുടെ ഒരു സ്ക്രീനിങ് പ്രോസസ് ഉണ്ട്.
ആ സ്ക്രീനിങ് പ്രോസസ്സ് അവർ കുറച്ച് വർഷമായിട്ട് റിസർച്ച് ചെയ്ത് ക്യൂറേറ്റ് ചെയ്തെടുത്ത ഒരു പ്രോസസ്സാണ്. അതിൽ ക്ലിയർ ചെയ്താൽ മാത്രമേ സ്റ്റുഡൻറ്റിനെ നമ്മൾ എൻറോൾ ചെയ്യത്തുള്ളൂ, കോഴ്സിലോട്ട് എൻറോൾ അല്ലാതെ ഒരു ചെയ്യത്തുള്ളൂ. കുട്ടിക്ക് ഡയറക്റ്റ് വന്നാൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിഷൻ ഒന്നും കൊടുക്കില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പിക്കിയാണ് സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യാനായിട്ട്. എന്നാൽ നമുക്ക് ഇവിടെ ഇതിന്റെ ഒരു ടൂറിംഗ് ഞാൻ തരാം, ടൂർ തരാം. സോ ബേസിക്കലി നമ്മുടെ ഈ ഓഫീസ് മറ്റേ ഓഫീസ് കാർത്തിക് സാറിന്റെ ഇല്ല അങ്ങോട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെ അത് വേറെ ഓഫീസാണ്, അത് മെയിൻ ഓഫീസാണ്. ഇത് വന്നിട്ട് നമ്മൾ കമാൻഡ് സെന്റർ എന്ന് പറയാം. സോ ബേസിക്കലി ഇവിടെ നമ്മുടെ ക്യാപ്റ്റന്മാർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഈ സ്ക്രീന് കാണുന്നില്ല, ഈ സ്ക്രീനാണ് നമ്മുടെ ഇവരുടെ ഫുൾ ഡാറ്റ അതിനകത്ത് വരും. ഈവൻ ഇവരുടെ ഇന്റേണൽ മാർക്സ് ആയിക്കോട്ടെ, ഇവരുടെ ഫ്ലൈറ്റ് ലോഗറിന്റെ ആക്സസ്, അവരുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അവരുടെ പ്രോഗ്രഷൻ എങ്ങനെയുണ്ട്, ഇവർ ഏവിയോണിക്ക എന്ന് പറയുന്നിട്ടൊരു LMS ഫ്ലൈയിങ്ങിന്റെ EASA ബേസ്ഡ് ആയിട്ടുള്ള LMS വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ആയിക്കോട്ടെ അവരുടെ പ്രോഗ്രഷൻ എങ്ങനെയാണെന്നുള്ളത് ഈ സ്ക്രീനിൽ കാണിക്കും. ഇപ്പോൾ ഇതാണ് ഇത് നമ്മുടെ അവിടെ സ്റ്റുഡൻസിന്റെ EASA നമ്മുടെ ഏവിയോണിക്കയുടെ പ്രോഗ്രഷൻ ചാർട്ടാണ്. സോ അവരെ ഏത് സ്റ്റേജിൽ ആണ് ഇപ്പൊ നിൽക്കുന്നത്, അവരുടെ എത്ര പെർസെന്റേജ് കവറായി എന്നുള്ളതൊക്കെ ഈ സ്ക്രീനിൽ കാണിക്കും. ഓക്കെ, അതിനു മുമ്പേ ഒന്ന് പറയട്ടെ, ഇവർ പറയുന്ന ടെക്നിക്കൽ വേർഡ്സ് EASA എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ നമ്മുടെ ഇന്ത്യയിൽ DGCA എങ്ങനെയാണോ എന്താ ഫ്ലൈയിങ്ങിന് ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന, അതേപോലെ യൂറോപ്യൻ യൂണിയന്റെ സെയിം ഈ ഒരു കോഴ്സും ഈ കോച്ചിങ് തന്നെയാണ് EASA എന്ന് ഇവർ പറയുന്നത്. ഇത് ഫ്രീക്വന്റ് ആയിട്ട് ചിലപ്പോൾ ഇവർ പറയാനുള്ള വാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രഷർ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അവരുടെ എന്താ പറയാ ട്രെയിനിങ്ങും ഭയങ്കര ടോപ്പ് ലെവൽ ട്രെയിനിങ് ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതൊക്കെ ക്യാപ്റ്റൻ ശ്രീത്തിന്റെ അടുത്ത് ചോദിച്ചാൽ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ശരി. അപ്പൊ നമുക്കൊരു ടൂറിംഗ് ഈ ഒരു സ്ക്രീനിലാണ് കുട്ടികളുടെ കാര്യങ്ങൾ, ഇവരുടെ എന്താ പറയാ ഇവരുടെ ഗ്രൗണ്ട് ക്ലാസ്സസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിനകത്ത് ഇവരുടെ ഇന്റേണൽ അസസ്മെന്റ് ആണ്. സോ അവിടെ കുറെ മാർക്സ് കാണുന്നുണ്ട്. അതിന്റെ കൂടെ AC എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഈ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കുട്ടിയാണ്. അതെ. ഇപ്പൊ നിലവില് അതെ. ഇത് നമ്മുടെ എയ്റോ ക്രെഡിറ്റ് ബാച്ച് 2025 എയ്റോ ക്രെഡിറ്റ്സിന്റെ സ്കോർ ബോർഡ്, ലീഡർ ബോർഡാണ്. ഇതില് ഈ ലീഡർ ബോർഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ AC എന്നൊരു വേർഡ് കാണും. അത് നമ്മൾ എയ്റോ ക്രെഡിറ്റ്സ് എന്നാണ് പറയാ. സോ വൺസ് സ്റ്റുഡന്റ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് 1500 പോയിന്റ്സ് നമ്മൾ അവാർഡ് ചെയ്യും. ആ 1500 പോയിന്റ്സിന് അവര് മെയിൻ എന്താ പറയാ ബേസ് ലെവലായിട്ട് 1500 ഇരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് മുകളിലോട്ട് കൊണ്ടുപോകാം. അതായത് പുതിയ സ്കോർ വാങ്ങിച്ച് പുതിയ ഫോർ എക്സാമ്പിൾ എക്സാംസിന് നല്ല മാർക്ക് മേടിക്കുക, പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് മുകളിലോട്ട് പോകാം. ഈവൻ DGCA എക്സാംസിന് 90 എബോവ് മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പർട്ടിക്കുലർ റിവാർഡ് പോയിന്റ്സ് ഉണ്ടാവും. ലൈക്ക് ബ്രൗണി പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അതുണ്ടാവും. അങ്ങനെ ഇവർക്ക് മുകളിലോട്ട് സ്കോർ ചെയ്ത് പോവാം. ഒരു അക്കാഡമിക് ഇയറിൽ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ബാച്ച് 2025 ആണ്. 2025 എൻറോൾ ആവുന്ന സ്റ്റുഡൻസിൽ ടോപ്പിൽ നിൽക്കുന്ന ഏത് സ്റ്റുഡൻറ്റോ ആ സ്റ്റുഡൻറ്റിന് അവർക്ക് ഈ ഒരു റിവാർഡ് ഉണ്ടാകും. സോ അത് മോസ്റ്റ്ലി നമുക്ക് ഫ്ലൈയിങ്ങിലായിരിക്കും ആ റിവാർഡ് അവർക്ക് അവാർഡ് ചെയ്യാം. മേ ബി അത് ചിലപ്പോൾ കോഴ്സ് ഫീസിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വെച്ച് കുറയ്ക്കുകയായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്ലൈയിങ് അവേഴ്സ് അവർക്ക് അവാർഡ് ചെയ്യുന്നതായിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ സമയത്ത് എന്താണോ ഇത് ചെയ്യുന്നത് റിവാർഡ് ചെയ്യുന്നത് അതനുസരിച്ച് അവർക്ക് കൊടുക്കും. അങ്ങനെയാണ്. ഓക്കെ, ശരി. ഇനി ഇവിടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സ് ഓരോ ഇപ്പത്തെ റൈറ്റ്, അതായത് ഇവരുടെ ഈ ഏവിയേറ്റർ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ബാച്ച് ഇപ്പോ പാസ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഫ്ലൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് 23 ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. 23 എൻറോൾ ആയി. ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് 23-24 ആ ടൈമിൽ എൻറോൾ ആയ സ്റ്റുഡൻസിനെ നമുക്ക് നിങ്ങളുടെ ക്ലാസ് ഒന്ന് കാണാം. ക്ലാസ് കയറുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്ലാസ്സിൽ നിലവില് ഇത് നമുക്കിവിടെ ഈ ഓഫീസിൽ 2 ക്ലാസ് ആണുള്ളത്. അതിൽ ഇതൊരെണ്ണം നമ്മൾ രാവിലെ RTRന്റെ പ്രാക്ടിക്കൽ സെഷൻ, ഞാൻ പാർട്ട് 2 എന്ന് പറഞ്ഞു, പ്രാക്ടിക്കൽ ക്ലാസ്സസ് കഴിഞ്ഞതാണ്. ഇവിടെ നമുക്ക് RTRന്റെ സിമുലേറ്റർ എക്സാം സിമുലേറ്റ് ചെയ്തിട്ടാണ് സാറിന് ഈ ക്ലാസ് എടുക്കാറ്. പിന്നെ ഇവിടെ വന്നിട്ട് പുതിയ ബാച്ച് ക്ലാസ് ആണ്. ഇപ്പൊ ക്ലാസ് നടക്കുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് ആയിക്കോട്ടെ. ഇതാണ് ഇവിടുത്തെ നോർമൽ ക്ലാസ് ഫുള്ളും മൾട്ടിമീഡിയ ആണ്. ലൈക്ക് നമുക്ക് എന്താ പറയാ അവിടെ നമുക്ക് പല ക്യാപ്റ്റന്മാര്, നമ്മൾ ഫ്ലൈയിങ് സൈഡിൽ നിന്നുള്ള ക്യാപ്റ്റന്മാരുണ്ടാവും. അവർക്ക് സ്റ്റുഡൻസിനുമായിട്ട് സംസാരിക്കാൻ എല്ലാം നമുക്ക് ഈ മൾട്ടിമീഡിയ ക്ലാസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള ക്ലാസ്സസ് ഓൺലൈൻ ഉണ്ടാവും, അതും ഇവിടെ നടത്താറുണ്ട്. ഇനി ഇതെന്ന് പറയണത് സോ ഇത് വന്നിട്ട് നമ്മുടെ ലൈബ്രറിയിലോട്ടുള്ള ആലിയാണ്.
വാവ്, ഈ വോൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്യൂച്ചർ പൈലറ്റ്സിന് വേണ്ടിട്ട്, അതായത് ഇവിടെ പഠിച്ചിറങ്ങിയ ഫ്യൂച്ചർ പൈലറ്റ്സിന് വേണ്ടിട്ട്. എന്നിട്ട് എന്താണ് ഈ വോളിൽ അവരുടെ പിക്ചർ നിങ്ങൾ ഫോട്ടോസ് ഒട്ടിക്കോ? ഫ്യൂച്ചർ പൈലറ്റ്സ്. ആണോ? ഫ്യൂച്ചർ പൈലറ്റ്സ്. അതായത് നമ്മുടെ ഏവിയേറ്റർ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഫ്യൂച്ചർ പൈലറ്റ്സിന് വേണ്ടിട്ട് ആ കോളേജില് ഒരു വോൾ ഫുൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടെ നിന്നും നല്ല പൈലറ്റുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ ഇവിടെ അവരുടെ ഫോട്ടോ നമുക്ക് കാണാം. അപ്പൊ ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ഈ സ്റ്റുഡൻസിന്റെ ഫോട്ടോസ് ഒക്കെയോ? അതെ, ഇത് നമ്മുടെ ഗ്രൗണ്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് തന്നെ, നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഇപ്പൊ ഗ്രൗണ്ട് ക്ലാസ് നടക്കുന്നതും അതുപോലെ തന്നെ ഫ്ലൈയിങ് ചെയ്യുന്ന ടീമിന്റെയും ഫോട്ടോസ് ആണ്. ഇവരൊക്കെ അപ്പം മറ്റേ യൂറോപ്പിലേക്ക് പോയോ ഓൾറെഡി? യെസ്, ഇപ്പൊ ഈ കാണുന്ന ഈ ഫോട്ടോസ് ഉണ്ടല്ലോ, ഈ 11 പേര് ഫ്ലൈയിങ് കറന്റ് യൂറോപ്പിൽ ഫ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത്. ഇവര് നിലവിൽ സെർബിയയിലാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോ ഇവര് നാളെ എയർലൈനിലോട്ട് എത്തുമല്ലോ, എയർലൈൻ കോക്പിറ്റിൽ എത്തുമല്ലോ പൈലറ്റ് ആയിട്ട്. അപ്പോൾ ഇവര് നേരെ കറങ്ങി ഇവിടെ ഇങ്ങോട്ട് വരും. കോക്പിറ്റിലുള്ള ഫോട്ടോസ് വെക്കാനാണ് ഇത്. ഓക്കെ, അപ്പൊ അവർ ഏത് എയർലൈനിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പൊ അവിടെ നിന്നുകൊണ്ടുള്ള ഫോട്ടോസ് നമുക്ക് ഇനി ഇവിടെ കാണാം. ഇതൊക്കെ ഇപ്പത്തെ റണ്ണിങ് സ്റ്റുഡൻസിന്റെ ഫോട്ടോസ് ഒക്കെയാണ് ഈ വാളിൽ വെച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ സുജിത്, ബാച്ച് 1, 2, 3, 4, 5 ഇതൊക്കെ എന്താണ്? നമ്മൾ കറന്റ് ഫ്ലൈ ചെയ്യുന്ന ബാച്ച് ആണ്. അപ്പൊ ഇതേപോലെ തന്നെ അടുത്ത ബാച്ച് പോകുമ്പോഴത്തേക്കും യെസ്, ഇപ്പൊ ഇയാസ ഗ്രൗണ്ട് ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ, അവര് ഫ്ലൈ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഇതേപോലെ അവരുടെ ഫോട്ടോസ് ഇവിടെ വരും. ഇത് കാർത്തികേട്ടൻ പേഴ്സണലി പോയി എടുക്കുന്ന ഫോട്ടോസ് ആണ്. പുള്ളി ഇവര് ഫ്ലൈ ചെയ്ത് ഒരു എന്താ പറയാ എല്ലാവരും സോളോ അടിച്ചതിന് ശേഷം എടുക്കുന്ന ഫോട്ടോസ്. അപ്പൊ അതുപോലെ അടുത്ത ബാച്ച് പോയിട്ട് അവര് ഫ്ലൈ ചെയ്ത് സോളോ അടിച്ചതിന് ശേഷം അവരെ ഫോട്ടോ ഇവിടെ വരും. അതുപോലെ ഓരോ ബാച്ച് വരുമ്പോൾ നമുക്ക് അടുത്ത ബാച്ച്. അപ്പൊ ഇപ്പം ബാച്ച് 5 യെറ്റ് ടു ഡിസ്കവർ ആണത്. ഇത് ജസ്റ്റ് ജോയിൻ 4th ബാച്ച്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ അതിന് വേണ്ടിട്ടുള്ളത്. അപ്പൊ ഈ റൂം ഇത് ആക്ച്വലി നമ്മുടെ ലൈബ്രറിയാണ്. ലൈബ്രറി കം റിക്രിയേഷണൽ ഏരിയ. അതായത് പിള്ളേർ രാവിലെ തൊട്ടേ വൈകിട്ട് വരെ ഇരിക്കുകയല്ലേ, അപ്പം ഇതിന്റെ ഇടയ്ക്ക് പിള്ളേർക്ക് ഒരു എന്താ പറയുക ഒരു എന്റർടൈൻമെന്റ്, പിന്നെ ലൈബ്രറി ബുക്സ് റീഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലവും, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഡാർട്സ് ഉണ്ടാവും, പിന്നെ ചെറിയൊരു വർക്ക്ഔട്ട് സെഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അതിപ്പോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് കാണിക്കാം. ആയിക്കോട്ടെ. ഓക്കെ, സോ ഇത് കംപ്ലൈന്റ് ബോക്സ് ആണ്, ഇത് സജഷൻ ബോക്സ് ആണ്. ഇത് കാർത്തികേട്ടന് എൻഷുർ ചെയ്തിട്ടുള്ള കേസാണ്. കംപ്ലൈന്റ് പിള്ളേർ സ്റ്റുഡൻസിന് കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ സജഷൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാമറ CCTV വരാത്ത ഒരു ഏരിയയിൽ തന്നെ ഇത് വേണം. അവരുടെ അനോണിമിറ്റി വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റുഡൻസ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പുതിയ സാധനം വേണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യും. അപ്പൊ ആ സജഷൻസ് ഒക്കെ ഇതിനകത്ത് വരും. ലൈക്ക് റിക്രിയേഷൻ ഒക്കെ അങ്ങനെ ഇതിന്റെ പാർട്ട് ആകുന്നതാണ്. ഓ നൈസ്, വെരി നൈസ്. അപ്പൊ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം കൂടെ കൊടുക്കുന്നുണ്ട്. അവര് CCTV കവറേജിലൊന്നും അല്ലാത്തൊരു ഏരിയയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം പഠിപ്പിക്കുമ്പോൾ ഫാക്കൽറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഏരിയയും ആ ഒരു കംഫർട്ട് സോണും ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും അത് ചിലപ്പോൾ ഈക്വലി അത് സെറ്റ് ആവണമെന്നില്ല. അപ്പൊ അവരുടെ ഒരു ഫ്രീഡവും കൂടെ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവും കൂടെ നിങ്ങൾ മാനിക്കുന്നുണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കംപ്ലൈന്റ്സോ സജഷൻസോ വേണമെങ്കിൽ ഈ ബോക്സിനകത്ത് അവർക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. വെരി നൈസ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ബേസിക്കലി അവിടെ നോക്കിക്കഴിഞ്ഞാല് അതാണ് നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. കാണുന്നതാണ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. ഡയറക്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഓഫീസ്. നേരെ അടുത്താണ്. ആ ഒരു മരം ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി ടു എയർപോർട്ട് കാണാം. അപ്പൊ ഇവിടെ പഠിച്ചിറങ്ങി പൈലറ്റ് ആയി കഴിഞ്ഞ് ഇവിടുന്ന് ഓടി പോവാ നേരെ എയർപോർട്ടിലേക്ക്. അത് കലക്കി കൊള്ളാം. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടെ അക്കാഡമിക് സെക്ഷനിലേക്ക് പോവാണോ ഡീറ്റെയിൽ ആയിട്ട്? ആണോ? സോ ദാറ്റ് നിങ്ങൾ നേരത്തെ ചോദിച്ചത് എങ്ങനെ എല്ലാ സ്റ്റുഡൻസിനെ എടുക്കുന്ന കേസും സ്ക്രീനിങ്ങിന്റെ കേസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ പറയാൻ പറ്റിയ ആള് നമ്മുടെ ഹെഡ് ഓഫ് തിയററ്റിക്കൽ ട്രെയിനിങ് ക്യാപ്റ്റൻ സുജിത്ത് തന്നെ ആയിരിക്കും. അപ്പോ പുള്ളിയെ നമുക്ക് പരിചയപ്പെടാം. ശരി. ഹലോ ഗുഡ്, ഹൗ യു? ജോലിയിൽ ഡിസ്റ്റർബ് ചെയ്യാണ്, സോറി കേട്ടോ. ഓക്കെ, യെസ് ക്യാപ്റ്റൻ. ഇവിടുത്തെ കംപ്ലീറ്റ് എങ്ങനെ ഒരു അക്കാഡമിക്സിനെ കുറിച്ചൊന്ന് പറയും. ഇവിടെ ഒരു കുട്ടി ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും ഇതിലേക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നാൽ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ കൊടുക്കില്ല എന്ന് ഇവർ പറഞ്ഞു. പക്ഷെ എന്താണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ? ഇതിനകത്തേക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ they will give their application. അത് പക്ഷെ കമ്പൽസറി ആയിട്ട് അവർ ആദ്യം ഒരു സ്ക്രീനിങ് സെഷൻ അറ്റൻഡ് ചെയ്യണം, വിച്ച് ഇസ് ഡൺ ബൈ വൺ ഓഫ് ദി ഇൻസ്ട്രക്ടേഴ്സ്, മൈസെൽഫ്. സോ ഇറ്റ് വിൽ ചേഞ്ച്. ആരെങ്കിലും രണ്ടുപേരും എപ്പോഴും കാണാൻ 2 to 3 people പാനൽ ആയിരിക്കും നിൽക്കണേ. വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ ഇൻ എ സ്റ്റുഡന്റ് ഇസ് ബേസിക്കലി ക്യാൻ ഹി ബി ട്രെയിൻഡ് criteria. There is a lot of psychological criteria that has to be done. It's a 2-stage process. ഞങ്ങൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് അവർക്കാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സോ ദെൻ ദേ വിൽ ചെക്ക് വിത്ത്
their parameters and think, okay, if this is okay, yeah, then they will green signal it, എന്നിട്ടേ നമ്മൾ സ്റ്റുഡൻറ്റ് എടുക്കുള്ളൂ. ഇപ്പം ദിസ് ഇയർ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 60 ഇൻടേക്സ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഇപ്പം ആകെ എടുത്തിരിക്കുന്നത് 13 സ്റ്റുഡൻസ് ആണ്. 60 പേര് എടുത്തതിൽ. So that much was the screening. അത് ഫസ്റ്റ് അത് തന്നെ ഒരു ചാലഞ്ച് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഗെറ്റ് ഒരു അഡ്മിഷൻ ഈ ഒരു ഏവിയേറ്റർ സ്കൂളിൽ കിട്ടാന്ന് പറയണത് അല്ലേ? Yes, it is. സോ ദ ഫിസിക്കൽ കണ്ടീഷൻ ഓൾസോ ഷുഡ് ബി നിങ്ങൾ ഇവിടെ അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കലിന് വരുന്നത്. മെഡിക്കൽസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് they will start the class. എന്നിട്ടേ അഡ്മിഷൻ നിങ്ങൾ കൊടുക്കുള്ളൂ. അപ്പൊ കുട്ടിയുടെ മെഡിക്കൽ കണ്ടീഷൻ കാരണം what happens if അവർ ഇപ്പം say down the line couple of months training start ചെയ്ത് പിന്നെ അവർ മെഡിക്കൽ ചെയ്ത് and they found out that they cannot be fit അല്ല. അങ്ങനെ ഒരു കേസസ് എന്റെ ഒക്കെ കരിയറിന്റെ സമയത്ത് when I was a student pilot we had cases like that. പിന്നെ എനിക്കറിയാം ചിന്റുവിന്റെ വലിയൊരു ഡ്രീം ആയിരുന്നു ഇങ്ങനത്തെ ഒരു സ്കൂൾ വെക്കുക, അത് സ്കൂളിൽ ചെയ്യുക എന്നുള്ളത്. ചിന്റുവിന് ഇതിനെക്കുറിച്ച് കുറേ നല്ല അറിവുമുള്ള ഒരാളും കൂടെയാണ്. പക്ഷേ ഇത് എങ്ങനെ ഒരു അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ അക്കാഡമിക് സൈഡിൽ ഇത് എങ്ങനെ ഇത് ഗോ ത്രൂ ചെയ്യണം, ഇത് സ്റ്റാർട്ട് ചെയ്യണം, അതിന്റെ ആ ഒരു റൺവേ അതൊക്കെ ക്ലിയർ ചെയ്യേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു അത് ചിന്റു കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ സുജിത്തിനെയാണ്. യു ആർ ഹാൻഡ്ലിംഗ് ദ കംപ്ലീറ്റ് like he gave us the entire independence of the academic side. So academic side എന്ന് പറയുന്നത് not just student side. For a student in the entire thing from intake ഈ പറഞ്ഞ പോലെ screening തുടങ്ങി all the way up to he finishes his graduation, comes back, gets his conversion done. ഒരു എയർലൈൻ സീറ്റ് എയർലൈൻ ജോബിനകത്ത് കൊണ്ട് എത്തിക്കുന്നത് വരെ we'll be there. We'll be guiding them. അത് മാത്രമല്ല നമ്മള് the instructors that we taken അവരുടെ സ്ക്രീനിങ് ഉണ്ട്, അവരുടെ ഇന്റർവ്യൂസ്, എവറിത്തിങ് ആൻഡ് എനിത്തിങ് റിഗാർഡിംഗ് അക്കാഡമിക് സൈഡ് ഞങ്ങൾക്ക് ഇൻഡിപെൻഡന്റ്. അതുകൊണ്ടാണ് ലൈക്ക് വി ബീൻ ആസ്ക്ഡ് ബൈ ചിന്തു സർ ലൈക്ക് why can't you guys come for the webinar? Sir, that is commercial side. So commercial sir handle ചെയ്യാനുള്ളതാണ്. ഞങ്ങൾ അക്കാഡമിക്സ് കാരാണ്. ഞങ്ങൾ അക്കാഡമിക്സ് മാത്രം നോക്കുക. ഇത് രണ്ടും കൂടെ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് കെപ്റ്റ് ഇൻഡിപെൻഡന്റ് ആൻഡ് സെപ്പറേറ്റ്. സോ ലെറ്റ് ഇറ്റ് ബി സെപ്പറേറ്റ്. ഇനി ഇവിടെ വരണമെങ്കിൽ ആ കുട്ടി എങ്ങനെ ഇവിടുത്തെ ഒരു ഇതെങ്ങനെ +2 കഴിഞ്ഞ കുട്ടികൾക്കാണോ അത് ഡിഗ്രി കഴിഞ്ഞിട്ടാണോ കുട്ടികൾ ഇങ്ങോട്ട് ഞങ്ങൾക്ക് രണ്ടും ഉണ്ട്. ഞങ്ങൾക്ക് we have I think one of the oldest student would be like around 38 years old. He is now currently flying first batch ഉള്ള. Yes. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഏജ് ബാരിയർ ഇല്ല. പക്ഷേ 18 വേണം മിനിമം സ്റ്റാർട്ടിംഗ്. Up till 65 is the retirement age that is given. Okay. For commercial. അത് കഴിഞ്ഞ് ഫ്ലൈ തുടങ്ങുന്നില്ല. 65 കഴിഞ്ഞ് ഫ്ലൈ ചെയ്യാം, but not in a commercial capacity. Yeah, okay. അപ്പൊ ഓക്കെ, ഇനി മിനിമം എന്നുള്ളത് +2 ആണ്. അപ്പൊ +2ന് മാത്ത് ആൻഡ് ഫിസിക്സ് തന്നെ മെയിൻ വേണം എന്നുണ്ട്. Unless the regulations change, currently you need physics and maths. മാത്സ് അതുണ്ടെങ്കിലാണ് ഇങ്ങോട്ട് അഡ്മിഷൻ കിട്ടുന്നത്. We do take screening കഴിഞ്ഞ് ഒരു സ്റ്റുഡന്റ് കയറി വെച്ചിട്ട് തീർന്നില്ല. നമുക്ക് ഫിസിക്സും മാത്സും ടെസ്റ്റ് ഉണ്ട്. ഇവരെല്ലാരും അതും കഴിഞ്ഞിട്ടാണ് പിന്നെ കയറുന്നത്. ബട്ട് ദാറ്റ്സ് ഓൺ എ ലൈറ്റർ ബേസിസ്. വിൽ ചെക്ക് ബേസിക്സ് വേണം അവർക്ക്. ബിക്കോസ് അത് വി ആർ ഓൺ എ ടൈറ്റ് ഷെഡ്യൂൾ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 1 ഇയറിന്റെ അകത്ത് കോഴ്സ് തീർക്കുക എന്ന് പറഞ്ഞു. അത് തന്നെ കേൾക്കുമ്പോൾ തന്നെ കുറെ പേരും വൈ 1 ഇയർ എന്നുള്ള ക്വസ്റ്റ്യൻ. തിങ് ഈസ് ലൈക്ക് 4 monthsനകത്ത് 4 to 5 monthsനകത്ത് ഞങ്ങൾ TGCയുടെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും തീർക്കണം. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി സിറ്റിംഗ് ഫോർ ദർ EASA ക്ലാസ്സസ് ഹിയർ യൂറോപ്യൻ്റെ. ആ ഇതിന്റെ കംപ്ലീറ്റ് അവർക്ക് ഓൾമോസ്റ്റ് 13 സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ ഈ 13 സബ്ജക്ട്സും അവർ ഇവിടെ പഠിച്ചിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ they will have to sit there, they're going to spend money. വേറെ ഒന്നും ചെയ്യാനില്ല, ഇരുന്ന് പഠിക്കാൻ മാത്രമേ. they're not going to do any flying also at that time. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് ആ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു ഏവിയേറ്റർ സ്കൂൾ മാത്രമാണോ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്നത്? നമ്മൾ മാത്രമായിട്ട് I think probably the first one we are doing it completely integrated. മോഡുലർ എന്ന് പറഞ്ഞ വേറെ ഉണ്ട് കോഴ്സ്. ബട്ട് I think to my knowledge we are the first ones are actually doing it here. ഇവിടെ ചെയ്യണത്. ഓക്കെ, എന്നിട്ട് പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് കുട്ടികളെ അയക്കും. അവിടുത്തെ ആ ഒരു പീരീഡ് അത് എത്ര മന്ത്സ് അവിടുത്തെ ഒരു? Well, depends on weather. If you're going in at the peak time of summer, just ആ വിന്റർ അങ്ങോട്ട് കഴിയണതും സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആണെങ്കിൽ the weather is beautiful over there. എങ്ങനെ പോലും 8 months കണ്ടിന്യൂസ് ഫ്ലൈങ് കിട്ടാൻ ചാൻസ് ഉണ്ട് up till the next winter. It's so എവറി ഡേ ഫ്ലൈങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെതർ ശരിക്കും എന്റെയൊക്കെ സമയത്തൊക്കെ നമുക്ക് നല്ലോണം ഫ്ലൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ഐ ഹാവ് ഓൾമോസ്റ്റ് ആണ് ലൈക്ക് 60 hours ഒക്കെ അടുപ്പിച്ച് കയറി കിട്ടിയിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം കൺട്രി ടു കൺട്രി. സോ ഐ ഡോണ്ട് വോണ്ട് ടു കമന്റ് ഓൺ ദാറ്റ്. ബിക്കോസ് കുറെ കൺട്രീസിൽ ആൾക്കാർ പറയും അത് അങ്ങനെയല്ല, ഞങ്ങളുടെ ഇവിടെ ഇത്രേ കിട്ടുള്ളൂ. സോ ഇൻ ജനറൽ ഐ എം ജസ്റ്റ് സേയിങ് ഡ്യൂറിംഗ് സമ്മേഴ്സ് യു ക്യാൻ ഫ്ലൈ വെൽ. ഓക്കെ, ബോയ്സും പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ കുറെ ഗേൾസും അത് അവർക്കൊക്കെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും. അപ്പൊ അവരൊക്കെ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്ന പോലെ അത്ര സ്പീഡിലൊക്കെ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നത്, ഇതുപോലെ ഭയങ്കര ഈസിയാണ് അങ്ങ് ഫ്ലൈറ്റ് ഓടിക്കാൻ. എന്നാൽ ചിലർക്കുണ്ട് നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നിനക്കെന്നാ പൈലറ്റ് ആവാൻ നോക്കിക്കൂടി, ഇങ്ങനെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ചോദിക്കട്ടെ ക്യാപ്റ്റന്റെ അടുത്ത്, നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്ന പോലെ അത്രയ്ക്ക് ഈസിയാണോ ഈ ഫ്ലൈറ്റ് ഓടിക്കുക എന്ന് പറയുന്നത്? ഞാൻ ഇതിനൊരു ഉത്തരം വേറെ രീതിയിൽ പറയട്ടെ.
രമ്യക്ക് ഞാൻ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് തന്നു കഴിഞ്ഞാൽ would it answer your question? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് ഞാനൊരു റോഡിൽ അത്യാവശ്യം നല്ലൊരു ഗുഡ് ഡ്രൈവർ ആണ്. അപ്പൊ എനിക്ക് അത് അത്ര ഈസി ആയിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സിം ഇൻസ്ട്രക്ടർ രമ്യ സിമ്മിൽ ഇരുത്തും. ഓക്കെ, വിൽ ഗിവ് യു ദ കൺട്രോൾസ് ആൻഡ് യു ഫ്ലൈ ദി എയർക്രാഫ്റ്റ്. വിൽ ഗിവ് യു ദ ഇൻസ്ട്രക്ഷൻസ് ഹൗ ടു ഫ്ലൈ. ഇനിഷ്യലി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം വിൽ വാക്ക് യു ത്രൂ ഇറ്റ് ആൻഡ് യു ട്രൈ ടു ഫ്ലൈ ദി എയർക്രാഫ്റ്റ് ആൻഡ് സീ ഹൗ ഈസി ഇറ്റ് ഇസ്. അല്ല, എന്നാലും ഞാൻ ക്യാപ്റ്റന്റെ അടുത്ത് ചോദിക്കട്ടെ, പൊതുവെ ഇതുപോലത്തെ ഒരു മൈൻഡ് വെച്ചിട്ടായിരിക്കും മിക്ക സ്റ്റുഡൻസും ഇവിടെ വരുന്നുണ്ടാവുക. ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരും ഇങ്ങനത്തെ ഒരു കോഴ്സിലേക്ക് സെലക്ട് ചെയ്ത് വരുന്നുണ്ടാവുക. അവരുടെ ആ ഒരു ഇഷ്ടം നിങ്ങൾ കാണുമ്പോൾ ഇപ്പൊ എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നു. ആ ഒരു ഇഷ്ടം ഈ സ്റ്റഡീസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ ഇത്ര ടഫാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രോസസ് ഒക്കെ, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അതിന്റെ ഒറിജിനൽ ഇത് എങ്ങനെയാ ഫംഗ്ഷൻ ചെയ്യുന്നത് മനസ്സിലാക്കി കഴിയുമ്പോൾ കുട്ടികൾക്ക് ചാൻസസ് ഉണ്ടോ? ഇത് ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടോ? നമ്മുടെ സ്ക്രീനിങ് പ്രോസസ് അതിനാണ് അവിടെ നിൽക്കുന്നത്. വി മേക്ക് ഷുവർ ദാറ്റ് ദി സ്റ്റുഡൻസ് ഡസന്റ് ഡ്രോപ്പ് ഓഫ് ബിക്കോസ് ഓഫ് പ്രഷർ. കാരണം ഏവിയേഷൻ ഈസ് ഓൾവേസ് അബൌട്ട് പ്രഷർ. പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ നോർമലി ഒരു ദിവസം ഒരു ഫ്ലൈറ്റ് പോവുകയാണെങ്കിൽ നോബഡി ബോദേഴ്സ്, ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് ഈസ് ഓട്ടോമേറ്റഡ്. ബട്ട് എന്തിനാണ് അവിടെ ഒരു പൈലറ്റ് ചെയ്യുന്നത്? ഇൻ ദി ഇവന്റ് ഇഫ് സംതിങ് ഗോസ് റോങ്, you need a person who knows how to bring this aircraft down. നമ്മൾ ഈ പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ടയർ പഞ്ചറായി സൈഡിൽ ഒതുക്കി നിർത്താം. ഇത് ആ പരിപാടി ഒന്നും നടക്കൂല. The only way you have to bring the two people sitting in front, it's their responsibility how to bring that aircraft, its passengers safely onto the ground. അതിനൊരു ട്രെയിനിങ് ഉണ്ട്, ട്രെയിനിങ് പ്രോസസ് ഉണ്ട്. നമ്മളിപ്പോ ന്യൂസ് കാണുന്നില്ലേ, ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ലാൻഡഡ് സേഫ്ലി ഓൺ ടു ദ ഗ്രൗണ്ട്. ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് ഇവരെല്ലാം ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈവൻ നമ്മളിപ്പോ എയർലൈനിൽ കയറി എന്ന് പറഞ്ഞ ട്രെയിനിങ് തീർന്നൊന്നുമല്ല, ഇടയ്ക്ക് റീട്രെയിനിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എമർജൻസി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ചെയ്തു ഒരു അപ്ഡേറ്റ്സ് വന്നോണ്ടിരിക്കും. അത് കൂടാതെ തന്നെ നമുക്ക് ഒരു റിഫ്രഷർ വേണമല്ലോ, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ഓർമ്മ വരുള്ളൂ ആ സമയത്ത് ചെയ്യാനായിട്ട്. സോ ദീസ് തിങ്സ് ഹാവ് ടു ബി ഡൺ. പക്ഷേ ഈ ഡേ വൺ തൊട്ട് ഞങ്ങൾ ആസ് എൻ ഇൻസ്ട്രക്ടർ ഓവർ ഹിയർ, ഐ മേക്ക് ഷുവർ ദാറ്റ് സ്റ്റുഡൻസ് ആർ പുട്ട് അണ്ടർ പ്രഷർ. കാരണം വെൻ ഇറ്റ് റിയലി മാറ്റേഴ്സ് ദാറ്റ് ദേ ഡോണ്ട് ബ്രേക്ക്, അവിടെയാണ് നമ്മൾ നോക്കാനുള്ളത്. കാരണം പെട്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം എവറിത്തിങ്. ദേർസ് ടു വേസ് ടു ഡു തിങ്സ്. നമുക്ക് എളുപ്പത്തിനുള്ള വഴിയുണ്ട്, പാടായിട്ടുള്ള വഴിയുണ്ട്. ഹാർഡർ യു ട്രെയിൻ, വെൻ ഇറ്റ് റിയലി മാറ്റേഴ്സ് ഒരു പ്രശ്നം വരില്ല. അവർ പാനിക് ചെയ്യത്തില്ല, അവർ പ്രഷർ എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ദേ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദംസെൽഫ്. സോ ഗ്രേസ് അണ്ടർ പ്രഷർ എന്ന് പറയുന്നത്. സുജിത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഇവിടെ തന്നെയും അക്കാഡമിക്സിനിടയിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് കുട്ടികളുടെ സ്കോറിംഗ് ലെവലിനെ കുറിച്ചൊക്കെ അവിടെ വരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കൊടുക്കുന്ന എന്തൊക്കെ, അങ്ങനെ സാധാരണ നമ്മുടെ സ്കൂൾസിലൊക്കെ കൊടുക്കുന്ന പോലത്തെ എന്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് there are multiple layers. കൂടുതലും അക്കാഡമിക് ബേസ്ഡ് ആയിരിക്കും. ബട്ട് വി ആർ ഓൾസോ ഗിവിംഗ് ഇംഗ്ലീഷ് ക്ലാസ്സസ് വേർ ദേ ഹാവ് ലാംഗ്വേജ് ബേസ്ഡ് കോമ്പറ്റീഷൻസ്. ഇവർക്ക് തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ലൈക് ഡിബേറ്റ്സ്. പറഞ്ഞ പോലെ ഇവരെ ഹൗസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നോർമൽ റെഡ് ഹൗസ് അങ്ങനെയല്ല, നെയിംസ് ഫോർ ദം. So each house has their own representative. പുതിയ സ്റ്റുഡൻസ് വരുമ്പം they get sorted into all this. And first one would be like debate will be there. സ്പീച്ചസ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് ഏവിയേഷൻ. എവിടെ ചെന്നാലും യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അപ്പം നമ്മളിപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇംഗ്ലീഷിന് വീക്ക് ആയ സ്റ്റുഡൻറ്റിന് പറ്റില്ല. നോ, ഐ ഹാവ് സ്റ്റുഡൻസ് ഹു ആർ ആക്ച്വലി വീക്ക് ഇൻ ഇംഗ്ലീഷ്. ബട്ട് അതിനാണ് നമ്മൾ എക്സ്ട്രാ ക്ലാസ് വെച്ചിരിക്കുന്നത്. ലൈക്ക് ദേ ആർ ട്രെയിൻഡ്. ദി ബേസിക് വുഡ് ബി ലുക്ക് ഇസ് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് സംതിങ്. കാരണം നമ്മളെ കേരളത്തിലെ കുട്ടികൾക്ക് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഓൾ, സം ഐ ഹാവ് സീൻ, നമ്മൾ ഈ ലാംഗ്വേജ് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് ദേ ആർ ഗെറ്റിംഗ് ഹെസിറ്റന്റ് ഹൗ ടു സ്പീക്ക്. അപ്പം ചിലടത്ത് മടി പിടിക്കും, ചിലർ ഷൈ ആണ്. ബട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് നോക്ക്, അവർക്കെല്ലാം മനസ്സിലാവും. മനസ്സിലാവുന്ന ഒരു കുട്ടിക്ക് പിന്നെ അത് പ്രാക്ടീസിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ചെയ്യാനുള്ള ഒരു വേദി നമ്മൾ കൊടുക്കുക എന്നുണ്ട്. അത് കൂടാതെ പിന്നെ സ്പോർട്സിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഓണം പരിപാടികളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കലാപരിപാടികളൊക്കെ ഉണ്ട്. ആർട്സ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്. എവരിതിങ് വി ആക്ച്വലി ഡു എവരിതിങ്. ആണല്ലേ? സാധാരണ ഒരു കോളേജിലും സ്കൂളിലും ആ സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു റിക്രിയേഷണൽ ഒരു എന്റർടൈൻമെന്റ് സംഭവങ്ങളൊക്കെ വി ഡോണ്ട് വാണ്ട് അവർ സ്റ്റുഡൻസ് ടു മിസ് ദോസ്. കാരണം ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ദേ ആർ ആഫ്റ്റർ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. ഇവരൊന്നും കോളേജിൽ ചിലപ്പോൾ ഇപ്പൊ ഉടനെ കയറുന്നില്ല. സോ വൈ മിസ് ദോസ് എക്സ്പീരിയൻസ്? ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ. സോ ഐ വാസ് വെരി അഡമന്റ് ഓൺ ദിസ് വൺ. ചിണ്ടു സാറുമായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തായിരുന്നു. സോ ഐ സെഡ് ലൈക്ക് ദേ നീഡ് ടു എക്സ്പീരിയൻസ് ദീസ് തിങ്സ്. സോ വി നീഡ് ടു ഗിവ് ദം എ സ്പേസ് വേർ, അല്ലെങ്കിൽ ഒരു വേദി ഒരുക്കി കൊടുക്കണം. ഇങ്ങനെ അത് കൂടുതലും ഓണം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിസ്മസിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ആ ഒരു ചാൻസ് അവർ കൊടുക്കാറുണ്ട്. സോ അവർ മീൻ വി ആർ വെൽ ടാലന്റഡ് സ്റ്റുഡൻസ് ഓൾസോ. അവരുടെ ഒരു കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു ചാൻസ്
അവർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഒരു അക്കാഡമിക്സ് ഏരിയയിലെ കംപ്ലീറ്റ് ഒരു കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് ഇവിടെ കുട്ടികൾക്ക് വേണ്ട കെയറിങ്ങും കാര്യങ്ങളും അവരെ കംഫർട്ട് ആക്കി വെക്കുന്ന ഒരു ഏരിയ യെസ്. അപ്പൊ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതെല്ലാം ക്യാപ്റ്റൻ ഒറ്റയ്ക്കാണോ, വേറെയും ഫാക്കൽറ്റീസ് ഉണ്ടോ? Obviously എന്റെ ടീം തന്നെ ഉണ്ട് എനിക്ക്. ഐ ഹാവ് ഇൻക്ലൂഡിംഗ് മൈസെൽഫ് there are 5 of us. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് 5 പേരും 5 ഡിഫറെന്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചവരാണ്. ഐ ഹാവ് one instructor who has done an entire training through DGCA, one person from FAA, one person from EASA. I myself is from CAA New Zealand, and there is another instructor who is done it from South Africa CAA. Okay. ഇതെല്ലാത്തിന്റെയും ബെസ്റ്റ്. we have like different ideas. കാരണം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണല്ലോ, ഓരോ രാജ്യങ്ങളാണ്, ഓരോ ഏജൻസീസും ഓരോ രാജ്യങ്ങളായതുകൊണ്ട് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഞങ്ങൾ we do have our disagreements, but we finally come to some kind of ഫൈനൽ ഒരു conclusion എങ്ങനെയായാലും ഞങ്ങൾ എത്തിക്കാറുണ്ട്. It's good because now we have the best of all these different. കാരണം ഇവിടെയൊക്കെയാണ് മേജർ ആയിട്ട് എല്ലാവരും പഠിക്കാനും പോണതാണ്. ഇപ്പം ഏതൊരു സ്റ്റുഡന്റും ഏതൊരു ഏജൻസിന്ന് I mean if a student who is coming from FA has some doubts about it, we are there to help. EASA ഒരാളുണ്ടെങ്കിൽ we can handle that also. South Africa ആണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. New Zealand we can handle, DGCA we can handle. So most of these agencies we can handle easily. Okay. ഇതിന് എന്തായാലും നമുക്ക് ഇൻസ്ട്രക്ടേഴ്സും ഉണ്ട്, and we do have our staff support staff also for it. Okay. ഇനി നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഈ ഒരു സ്കൂളിൽ വന്ന് ഈ കോളേജിൽ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ കെയർ ചെയ്യുന്നു, അവരിവിടെ കംഫർട്ട് ആണോ, ഈ ഒരു കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് Yes, that's our CAFO, and she's handling finance also. Look at the ARC department, commercial side എല്ലാം ഹാൻഡിൽ ചെയ്യണം. So I'll take it to her. Okay, yes, we'll meet Rajita. ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മൊത്തം എൻ്റെ ഒരു മഹത്വം കൊണ്ടൊന്നും അല്ല കേട്ടോ. ശരിക്കും എൻ്റെ ടീം തന്നെയാണ് എൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞു. ലക്ഷ്മി അവിടുന്ന് സുജിത്തിനോട്ട് ബാക്കി കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ അക്കാഡമിക്കലി നമ്മൾ നോക്കുമ്പോഴേക്കും സുജിത്ത് തന്നെയാണ് ഇപ്പോൾ ഇൻസ്ട്രക്ടേഴ്സിന്റെ കാര്യങ്ങളായിരുന്നാലും സ്റ്റുഡൻസിന്റെ കാര്യങ്ങളായിരുന്നാലും അവിടെ നിന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇങ്ങോട്ട് എനിക്ക് കൊണ്ട് തരുന്നു. പിന്നെ ഇവിടുന്ന് ഇപ്പൊ എനിക്ക് കുട്ടികളുടെ അടുത്ത് കാര്യങ്ങൾ ഡയറക്റ്റ് എല്ലാം പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ടേഴ്സിന്റെ അടുത്ത് പറയാൻ കാണും. ഇപ്പോൾ IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വിഷ്ണു പുള്ളിക്കാരൻ്റെ അടുത്ത് പറയാൻ കാണും. പിന്നെ ഇത് കാർത്തികിന്റെ അടുത്ത് പറയാൻ കാണും. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് 2 ടീം വേറെയുണ്ട്. ഇവിടുത്തെ സ്കൂളിന്റെ കാര്യം മാത്രമല്ലല്ലോ നോക്കുന്നത്. ഇപ്പോൾ സെർബിയയിലെ സ്റ്റുഡൻസിന്റെ കാര്യം നോക്കുന്നുണ്ട്. EASA പോളണ്ടിലേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം ദിവസങ്ങൾ കഴിയുന്തോറും ഓരോരോ കാര്യങ്ങൾ കൂടുന്തോറും അപ്പോൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എനിക്ക് അവസാനം കൊണ്ട് തരുന്ന ആള് സുജിത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്കിലും അങ്ങോട്ട് ഇരുന്നാലോ? രജിതയാണ് ഇവിടെ കംപ്ലീറ്റ് കുട്ടികൾക്ക് വേണ്ട കംപ്ലീറ്റ് കെയർ. അവരിവിടെ ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ? പഠിത്തത്തിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് അവരെ ഒരു രീതിയിലും ഫിസിക്കലിയോ മെന്റലിയോ ഒന്നും ഹിറ്റ് ചെയ്യാണ്ട് അവരെ കൂളാക്കിക്കൊണ്ട് മാനേജ് ചെയ്യുക. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി അല്ലേ? അത് ഒരു സൈഡാണ്. എന്ന് വെച്ചാല് ഇപ്പം +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളായിരിക്കും കൂടുതലും. അവർ കൂടുതലും പാരൻസിന്റെ ഒരു ഷെയ്ഡിൽ വളർന്നവരായിരിക്കും. പിന്നെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെന്ത് ആഗ്രഹം പറഞ്ഞിരുന്നാലും സാധിച്ചു കൊടുക്കുന്ന ആ ഒരു ഏരിയ എന്ന് വരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുതിയൊരു ഫീൽഡിലോട്ട്, അത് ഏവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് പോകാൻ വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ അവർക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇൻസ്ട്രക്ടേഴ്സ് അവർക്ക് കൊടുക്കുന്ന പോർഷൻസ്, പഠിക്കാനായിട്ട് കൊടുക്കുന്ന പോർഷൻസ്. അപ്പോൾ ഇതെല്ലാം അവർക്ക് വരുമ്പോഴേക്കും 1-2 ക്ലാസ്സുകളൊക്കെ ഡെയിലി വരുമ്പോൾ, അതായത് കാലത്തെ 9:30 വന്നിട്ട് 5:30 പോകുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കും. അത്രയും ടൈം അവർ അതിനകത്ത് എൻഗേജ് ആയിട്ട് ഇരുന്നിട്ട് പോകുമ്പോൾ സ്ട്രെസ് ആയിരിക്കും. ഈ ഒരു സ്ട്രെസ് അവർക്ക് എങ്ങനെ അവരുടെ പഠിത്തത്തിനെ ബാധിക്കാതെ ഡിസ്ട്രാക്റ്റഡ് ആക്കാതെ കൊണ്ടുപോകാം. അതിപ്പം എൻ്റെ മാത്രം കഴിവല്ല കേട്ടോ, ഞാൻ മാത്രം അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ടീം മൊത്തമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടീം മൊത്തമായിട്ട് അവരവരുടെ ഇപ്പോൾ സ്റ്റുഡൻറ് കോർഡിനേറ്റർ മുതൽ ഇൻസ്ട്രക്ടേഴ്സ് മുതൽ എല്ലാവരും, ഈവൻ കാർത്തികിൻ്റെ കാര്യം അറിയാലോ, കാർത്തിക് എല്ലാ കാര്യം കുട്ടികൾക്ക് വേണ്ടി അവർക്ക് എന്ത് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിലും അതിന് മുന്നേ മനസ്സിലാക്കി ചെയ്തു കൊടുക്കണം എന്ന് വാശിയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഞാനായിരിക്കും അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിൽ നിൽക്കേണ്ടി വരിക. അപ്പോൾ അവർക്ക് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അത് സുജിത്ത് വഴിയാണെന്നുണ്ടെങ്കിലും
അല്ല അവർക്ക് ഡയറക്റ്റ് വന്ന് പറയാനാണെന്നുണ്ടെങ്കിലും വന്നവർ പറയും. അതെ, അത് കൊടുക്കും. കാരണം ഇപ്പോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി വന്ന് നിൽക്കുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാം. അപ്പൊ ഈ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ സ്ഥലം പരിചയം കാണത്തില്ല, ഹോസ്പിറ്റലുകൾ പരിചയം കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഓപ്പൺ ആയിട്ട് എപ്പോഴും വേണമെങ്കിലും, ഇപ്പൊ രാത്രി പോലും ഒരു 1-1:30 മണി സമയത്താണെങ്കിൽ പോലും അവർക്ക് വയ്യാതെ കുട്ടികളുണ്ട്. അപ്പൊ അവര് നമ്മളെ പേടിക്കാതെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് വരെ നമുക്ക് വന്ന് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വലിയ വണ്ടി എടുത്ത് കാത്തിക്കിട്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പൊ വന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് മെഡിക്കലിന് കൊണ്ടുപോകുന്നത്. അപ്പം മെഡിക്കലിന് പോകാനായിട്ട് നമ്മൾ തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോയി എല്ലാ മെഡിക്കൽസും കഴിഞ്ഞ് മെഡിക്കൽ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അവരുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് എന്ത് കെയർ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്ട്രെസ് കുറെ അങ്ങ് മാറും, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൊരു ഫീല് മാറും. പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങള് നമ്മൾ വരുമ്പോഴേക്കും ആ ഒരു കാര്യം വരുമ്പം കുറച്ച് നമ്മളൊന്ന് സ്ട്രിക്റ്റ് ആവും. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അവരോട് പറയുന്നതെന്ന് കാർത്തിക് വന്ന് കയറുമ്പോഴേ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വേറെ ഒന്നിലും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവും നിങ്ങളെ അലട്ടത്തില്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തുണ്ടെങ്കിലും ആ ടെൻഷൻ നമുക്ക് കൊണ്ടുതരൂ, അത് നമ്മൾ ചെയ്തോളാം, നിങ്ങൾ പഠിക്കുക മാത്രം ചെയ്താൽ മതി, ഇതാ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കെയർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് അതിന്റെ ഒരു റിസൾട്ടും അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് നമ്മളെടുത്ത് തിരിച്ച് അത് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഏവിയേറ്റർ സ്കൂളിന്റെ ഏറ്റവും മറ്റൊരു ഹൈലൈറ്റ് ഞാൻ മനസ്സിലാക്കിയത് 3 years ആയിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിങ്ങൾ വരും നോക്കിക്കഴിഞ്ഞാൽ ഈ ഏവിയേറ്റർ സ്കൂളിൽ ഫ്രീ വെബിനാർ എവറി ഫ്രൈഡേ മുടങ്ങാതെ 7 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഇന്നും ഫ്രൈഡേ ആണ്, ഇന്നും ഉണ്ട്. അതെ, മോൾ ഓഫ് നമ്മുടെ ട്രിവാൻഡ്രം അതിനുള്ളിൽ വെച്ചിട്ട് ഇവരുടെ പഴയ സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു വെബിനാർ ഇവിടെ നടത്തുന്നുണ്ട്. അത് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ അല്ലേ? അത് 8th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്ക് ഇവർക്ക് അവരുടെ ഇഷ്ടം ഇതിലേക്കാണ് എന്നുണ്ടെങ്കിൽ, ഏവിയേഷൻ ആണ് അവരുടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും മനസ്സിലാക്കാനും 8th, 9th, 10th അങ്ങോട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വെബിനാർ. ഈ ഒരു വെബിനാറിലൂടെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഏവിയേറ്റർ സ്കൂളിലേക്കുള്ള ഒരുപാട് കുട്ടികളും കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത് തന്നെയാണ്. കാരണം മറ്റുള്ള സ്കൂളുകളെയും മറ്റുള്ള ഇപ്പോ ഇൻഡസ്ട്രിയിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും ഇന്നത്തെ സമയത്ത് കൂടുതലായിട്ട് വരിക. പക്ഷെ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ നമ്മുടെ സ്കൂളിങ്ങിന്റെ ആ കാര്യങ്ങളിൽ എത്ര നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിൽ ഓറിയന്റഡ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ വെബിനാർ എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം തന്നെ ഫസ്റ്റ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളും പാരന്റ്സും ആവട്ടെ അവർ പലരും ഒരു അവയർനെസ്സും ഇല്ലാതെയാണ് വരുന്നത്. ഇതെന്താണ് പൈലറ്റിംഗ്, എന്താണ് ഏവിയേഷൻ, ഇപ്പൊ ഈവൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വരെയും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സ്കൂളുകളിൽ നമ്മളൊരു പ്രിൻസിപ്പലിനോട് ചെന്ന് നമ്മൾ ഏവിയേഷൻ കോഴ്സിനെ പറ്റി അല്ലെങ്കിൽ പൈലറ്റിങ്ങിനെ പറ്റി ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റണമെന്നില്ല. കാരണം അവരതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല. പിന്നെ അപ്പോഴപ്പോഴും വരുന്ന ചേഞ്ചസ് ഒരുപാടുണ്ട്. DGCAയിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട്, ഏവിയേഷൻ ഫീൽഡിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് നമ്മൾ ഇപ്പോൾ കാർത്തിക് ഇതിന് വേണ്ടി അങ്ങനെ നിൽക്കുന്നത് കൊണ്ടും ഏവിയേഷൻ ഫീൽഡിൽ ഇപ്പോൾ കാർത്തിക്കിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർക്ക് അവെയർ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പലരും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജോയിൻ ചെയ്തിട്ട് പകുതി വഴിയിൽ നിർത്തിപ്പോയ ഒരുപാട് കുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ എമൗണ്ടിൽ ചെറിയൊരു എക്സ്പെൻസ് കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇതിൽ കുട്ടികൾ മാത്രമല്ല, ശരിക്കും ഒരുപാട് പേരൻസ് കയറുന്നുണ്ട്, ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊരു 4 പ്രോസസ്സ് ആണ് ചെയ്യുന്നത്. എലിജിബിലിറ്റി ചെയ്യാറുണ്ട്, പിന്നെ ഡെയിലി എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നമ്പർ തൊട്ട് മെഡിക്കൽ തൊട്ട് ഇതിന് അകത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സബ്ജക്ട്. ഫീ കൂടിയ ഒരു കോഴ്സ് തന്നെയാണ്. അതെ അതെ. ഈ ഒരു കോഴ്സിന് ആക്ച്വലി സ്റ്റുഡൻസ് ലോൺ കിട്ടുമോ? എഡ്യൂക്കേഷൻ ലോൺ നമ്മൾ ഇപ്പോൾ മറ്റുള്ള കോഴ്സുകൾക്ക് കിട്ടുന്ന അത്രയും ഒരു ലെവലിൽ കിട്ടില്ല എങ്കിൽ പോലും ഇതിനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷന്റെ ഒരു ഇതിനകത്താണ് ഈ എഡ്യൂക്കേഷൻ ലോണുകൾ കിട്ടുന്നത്. അതായത് പൈലറ്റ് ട്രെയിനിങ്ങിന് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള എഡ്യൂക്കേഷൻ ചെറിയ എമൗണ്ട് മതിയാവും. പക്ഷേ പൈലറ്റ് ട്രെയിനിങ്ങിന് ആകുമ്പോഴത്തേക്കും
വലിയൊരു എമൗണ്ട് വേണം, ഷോർട്ട് പീരീഡ് ആണ്. ഓക്കെ. അപ്പോൾ ഈ 2 ഇയേഴ്സിനുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട്, അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കിയിരുന്നാലും 50 lakhs എബവ് ആയിരിക്കും. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ആവുന്നത് കൊണ്ട് നമുക്ക് ഒരു സെക്യൂരിറ്റി എന്തായിരുന്നാലും വെക്കേണ്ടി വരും. കൊളാറ്ററൽ ലോണുകളാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. കൊളാറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടോ വസ്തുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊളാറ്ററൽ വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു പ്രോസസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ വെബിനാർ, അതെ, എല്ലാ വെബിനാറിലും അതാ ഞാൻ ഈ 4 സെക്ഷനായിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് എലിജിബിലിറ്റി പറയും, പിന്നെ ഇതിന്റെ എന്തൊക്കെയാണ് പ്രോസസ്സിങ് എന്ന് പറയും, പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ എങ്ങനെയൊക്കെ പൈലറ്റ് ആകാം, എന്തൊക്കെ ടൈപ്പ്, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ 0 to കോക്പിറ്റ് എന്ന് പറയുന്ന ടാറ്റ്സ് 120 പ്രോഗ്രാമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ചിലർ പഠിക്കുന്നതെന്ന് വെച്ചാൽ സ്വന്തമായി ഗ്രൗണ്ട് ക്ലാസ് അവർ സബ്ജക്റ്റ് പഠിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് പോയി അവിടെ ജോയിൻ ചെയ്ത് അങ്ങനെ പഠിക്കുന്നതുണ്ട്. അപ്പോൾ കൺവെൻഷണൽ മെത്തേഡുകളുണ്ട്. നമ്മൾ എടുത്തേക്കുന്നത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 0 to കോക്പിറ്റ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടി വന്ന് ജോയിൻ ചെയ്താൽ അവർ കോക്പിറ്റിൽ എത്തുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ തന്നെ അവരെ അസിസ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ പ്രോസസ്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ 4ാമത്തെ സെക്ഷനാണ് ഈ ലോൺ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ലോൺ. അപ്പോൾ ഇപ്പൊ നമ്മളൊരു 2-3 ബാച്ച് ആയപ്പോൾ തന്നെ അതിനേക്ക് വേണ്ടുന്ന എല്ലാ കുട്ടികൾക്കും, ഒട്ടുമിക്ക കുട്ടികളും എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തന്നെയാണ് പഠിക്കുന്നത് ഇന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ SBIയിലായിരുന്നാലും കാനറ ബാങ്കിലായിരുന്നാലും ഫെഡറൽ ബാങ്കിലായിരുന്നാലും ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് ബാങ്കുകൾ ഇപ്പം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും പേർക്ക് നമ്മുടെ ഓൺ റിസ്കിൽ തന്നെ ഒരുപാട് ബാങ്കുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എന്തൊക്കെയാണ് റിക്വയർമെന്റ് ലിസ്റ്റ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസ് കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ്, ഇതെല്ലാം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കും. ബാങ്കുകളിൽ അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കിൽ മാനേജർമാർക്ക് ചെല്ലുമ്പോഴേക്ക് ഈ കോഴ്സിനെ പറ്റി അറിയില്ല. അതുകൊണ്ടാണ് അവർ ഈ ലോൺ കൊടുക്കാത്തത്. ശരിക്കുമുള്ള കാരണം അത് തന്നെയാണ്. ഈ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഇത് കൊടുത്താൽ കിട്ടുമോ, തിരിച്ച് റീപേയ്മെന്റ് ആണല്ലോ ബാങ്കുകൾക്ക് ലോൺ. അപ്പോൾ അതിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി അവരെ ബ്രീഫ് ചെയ്യണം. അപ്പോൾ അതാത് സമയത്ത് ചെല്ലുമ്പോൾ അവർക്ക് എന്തൊക്കെ ഡൗട്ടുകളുണ്ട്, പാരന്റ്സ് ചെല്ലുമ്പോൾ ഇവർക്കും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് മാനേജറിനെ കൊണ്ട് കണക്ട് ചെയ്ത് തരും. കാരണം നിങ്ങളെ പോലത്തെ ഒരു മീഡിയേറ്റർ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ബാങ്ക് സൈഡിനാണെങ്കിലും പാരന്റ്സിനാണെങ്കിലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഈസി ആയിട്ട് ആ ഒരു പ്രോസസ്സിംഗ് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ അത് റിയലി ഗ്രേറ്റ് ആണ്. നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. അതേപോലെ രജിതയുടെ അടുത്ത് വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. രജിത, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ യൂഷ്വലി നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്തും ഫിസിക്സും അറിഞ്ഞിരിക്കുന്ന കുട്ടികളായിരിക്കണം +2 എന്നുള്ളതാണ്. പക്ഷെ അവിടെ എൻ്റെ അടുത്ത് ചിന്തു പറഞ്ഞിട്ടുണ്ട്, ഈവൻ മാത്തും ഫിസിക്സും പഠിച്ചിട്ടില്ലേ പോലും രജിത അവരെ പഠിപ്പിച്ചെടുത്തവർക്ക് അതിന് നമുക്ക് NIOS എന്ന് പറയുന്ന നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് സെർച്ച് ചെയ്താൽ മതി. അതായത് ഫിസിക്സും മാത്സും മാത്രം അവർക്ക് അവിടെ ചെയ്തെടുക്കാം. അത് ചെയ്തിട്ട് അതിന്റെ മാർക്ക് ലിസ്റ്റ് മേടിച്ച് നമ്മൾ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇവിടെ ജോയിൻ ചെയ്യാം. ഇപ്പൊ കൊമേഴ്സ് ഗ്രൂപ്പ് പഠിച്ച ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും അവർക്ക് പൈലറ്റ് ട്രെയിനിങ് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നിങ്ങളുടെ തന്നെ ഇനി ബാക്കി ഒരു ടെക്നിക്കൽ സൈഡ്, ഇയാസയുടെ ഒക്കെ ബാക്കിയുള്ള ഗ്രൗണ്ട് അതെല്ലാം പഠിപ്പിക്കുന്നത് അതെല്ലാം നമ്മുടെ ഫസ്റ്റ് ഓഫീസിലാണ്. അത് മോൾ ഓഫ് ട്രാവൻകൂറിലാണ്. ചിന്തു ഇപ്പൊ അവിടെ ഇരിക്കുകയാണ്. അതെ, ഓക്കെ. സമയം ഉണ്ടാവോ നമുക്ക് അവിടെ പോലെ? ശരിക്കും നമ്മുടെ സിമ്മിന്റെ അവിടെയാണ് കേട്ടോ, സിം അവിടെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ DGCയുടെ ഗ്രൗണ്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് കുട്ടികളെ ഇയാസ ലെവലിലോട്ട് അവർക്ക് സിമ്മിന്റെ പ്രാക്ടീസ് തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മാറ്റുക. അതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം ഇവിടെ ആയിരിക്കും നടക്കുക. അപ്പൊ ആ ക്ലാസ് എന്ന് പറയുന്നത് മോൾ ഓഫ് ട്രിവാൻഡ്രത്തിനുള്ളിലാണ് ആ ഒരു ക്ലാസ്സസ് ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം. 1-2 ഇൻസ്ട്രക്ടേഴ്സ് ആക്ച്വലി അവിടെയാണ്. ഇപ്പോൾ നമുക്ക് അവരെ അവിടെ പോയി മീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂളിന്റെ ഫസ്റ്റ് സ്കൂളിലേക്ക്, അതെ, ആക്ച്വലി ഇപ്പം ഇയാസ സ്കൂള്, ഇയാസയുടെയും സിം ട്രെയിനിങ്ങിന്റെ ഒക്കെ സ്കൂളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രൊമോഷൻ കിട്ടി ഇങ്ങോട്ടത്തേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് മോളിനകത്ത് നമ്മുടെ സ്കൂളിലേക്ക് വരും. ഫസ്റ്റ് ഇതാണ് നമ്മുടെ സിം റൂം എന്ന് പറയുന്നത്. സിം എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് കോക്പിറ്റിന്റെ അതേ സൈസിലാണ്, അതുകൊണ്ടാണ് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ അനഘയായിരിക്കും ഇന്ന് രമ്യയെ കോക്പിറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ആക്ച്വലി പൈലറ്റ്സ് ഇരുന്ന് ഓടിക്കുന്ന ഒരു ഏരിയ അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ നമുക്ക് നമ്മുടെ സിമ്മിനകത്തേക്ക് കയറാം. അനഘ ഒന്ന് രമ്യ അത്യാവശ്യം ഒന്ന് ഒരു എക്സ്പീരിയൻസ് കൊടുത്താല്. അതായത് നമ്മുടെ കോക്പിറ്റിനകത്ത് പൈലറ്റ് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യണേ, നമുക്കത് നോക്കാം. വരൂ അനഘ.
മാം ഇവിടെ ഇരുന്നു. ഓക്കെ നമുക്ക് ആദ്യം ഒന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ഇവിടെ ഒന്ന് പിടിച്ചിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് ഓക്കെ ഇത്രയും ചേർന്നിരിക്കണോ? ഇത്രയും ചേർന്നിരിക്കണം. ഇവിടെ ഒന്ന് ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. ഓക്കെ സോ അവിടെയാണ് കാല് വെക്കേണ്ടത്. ദാറ്റ് ഇസ് അവർ റെഡർ പെഡൽസ് ആൻഡ് ഇതാണ് കൺട്രോൾ കോളം. ബേസിക്കലി നമ്മുടെ കാറിനകത്തുള്ള ഒരു സ്റ്റിയറിംഗ് വീലിന്റെ ഫീൽ. ദാറ്റ് ഇസ് ദിസ്. യെസ് ഓക്കെ പിന്നെ അതല്ലാതെ വി ഹാവ് ദ ഇൻസ്ട്രുമെന്റ്സ് ഹിയർ, പിന്നെ സ്വിച്ചസ്. ഇതൊന്നും ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഓക്കെ എനിക്ക് ഇങ്ങനെയൊന്ന് പറപ്പിച്ചാൽ മതി. യെസ് പ്രോബബ്ലി ലൈക്ക് ചിലപ്പോ മാമിന്റെ പാഷൻ ഓഫ് ഏവിയേഷൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അതെ ചിലപ്പോ ഇനി അവിടെ ഉണ്ടല്ലോ ഒരു 38 സ്റ്റുഡന്റ് അല്ലേ, 38 year old. അപ്പൊ എനിക്കും പോസിബിലിറ്റി ഉണ്ട്. യെസ് സോ ഐ ജസ്റ്റ് സ്വിച്ച് ഓൺ ദി എയർക്രാഫ്റ്റ്. ഫ്ലൈറ്റ് പറപ്പിക്കുന്നത് അത്ര ഈസി ആണല്ലോ നിന്ന് ഇപ്പൊ ഞാൻ ഓടിച്ചു നോക്കിയിട്ട് പറയാം. ദേ പറക്കാൻ പോണോ? സോ ദി എയർക്രാഫ്റ്റ് ഹാസ് സ്വിച്ച്ഡ് ഓൺ. നമ്മളിപ്പം സ്വിച്ച് ഓൺ ചെയ്തു. ഞാൻ സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണ്ടേ? അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഗ്രൗണ്ടിനകത്ത് റഡർ പെഡൽസ് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. വൺസ് യു ആർ എയർ, ദിസ് റഡർ പെഡൽസ് യു ക്യാൻ യൂസ് ഇറ്റ് ആൻഡ് ഓൾസോ യു ക്യാൻ യൂസ് ദ കൺട്രോൾ കോളം. നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് തിരിയാനും മറിയാനും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ മുന്നോട്ടും പുറകോട്ടേക്കും, അത് ക്ലൈംബ് ചെയ്യാനും ഡിസെൻഡ് ചെയ്യാനും വേണ്ടി നമ്മൾ കൺട്രോൾ കോളം യൂസ് ചെയ്യും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓൾസോ ക്ലൈംബ് ആൻഡ് ഡിസെൻഡ് ക്ലൈംബ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് റഡർ ഈസ് ബേസിക്കലി യോയിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ റഡർ പെഡൽസ് ആണ്. ഓക്കെ നമ്മൾ കാറിൽ ഇപ്പം ആക്സിലേറ്റർ ബ്രേക്ക് ഒക്കെ ഉള്ള പോലെയാണ് നമുക്ക് റഡർ പെഡൽസ് ഉള്ളത്. പക്ഷെ മെയിൻലി യൂസ് അത് ബേസിക്കലി സ്വിച്ച് ഓഫ് ദ പാർക്കിംഗ് ബ്രേക്സ്. അതുകൊണ്ടാണ്. സോ നമുക്ക് ഇതിനകത്ത് പവർ കൊടുക്കാം. ദിസ് ഇസ് അവർ ആക്സിലറേറ്റർ. സോ വൺസ് ദ എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് മൂവിംഗ്, ആ റഡർ പെഡൽ വെച്ചിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യും. ഈ പെഡൽ ഞാൻ എന്താ ചെയ്യേണ്ട? ഇങ്ങനെ ജസ്റ്റ് രണ്ട് അത് ബ്രേക്ക് ആണ്. മുകളിലുള്ളത് ബ്രേക്ക് ആണ്. ഓക്കെ ആൻഡ് താഴെയുള്ളത് ഫോർ ദ കൺട്രോൾ. സോ ഹീൽ യൂസ് ചെയ്യണം. അവിടെ ഹീൽ യൂസ് ചെയ്യരുത്, കുറച്ച് താഴത്തോട്ട്. ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ റൈറ്റ് റൈറ്റ് ഒന്ന് പ്രസ് ചെയ്യൂ. റൈറ്റിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് റൈറ്റ് നോട്ട് വിത്ത് ദ ബ്രേക്സ്, റൈറ്റ് മാത്രം പതിയെ. The first lesson that we have to learn is ചെറിയ കറക്ഷൻസ്, സ്മോൾ കറക്ഷൻസ്. ഓക്കെ അപ്പം ഇതിനകത്ത് നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റഡർ മാത്രം, അതായത് മുകളിലുള്ള ഇത് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഹീൽസ് യൂസ് ചെയ്യാം. ഓക്കെ Now your aircraft is turning. ടേൺ ചെയ്തോണ്ടിരിക്കുക. മനസ്സിലാവുന്നു? ബിക്കോസ് ഞാൻ റൈറ്റ് കൊടുത്തോണ്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തോണ്ടിരിക്കുകയാണ്. റൈറ്റിലേക്ക് ടേൺ ചെയ്ത് നമുക്ക് നേരെ പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് റിലീസ് ചെയ്തു. കുറച്ച് ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു. ലെഫ്റ്റിലേക്ക് വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലൊക്കെ തന്നെ. ഇത് കൺട്രോൾ കോളാണ്. ഇത് വെച്ച് ഗ്രൗണ്ടിൽ യാതൊരു യൂസും ഇല്ല. എയറിൽ ചെന്നാൽ മാത്രമേ യൂസ് ഉള്ളൂ. ഗ്രൗണ്ടിൽ നമുക്ക് റഡർ പെഡൽസ് വെച്ച് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഓക്കെ അപ്പൊ യു കെൻ കം ബാക്ക് ടു ഇതാണ് നമ്മുടെ സെന്റർ ലൈൻ. ഈ സെന്റർ ലൈനിന്റെ കാര്യമൊക്കെ അറിയായിരിക്കും. നമ്മൾ റൺവേയിനകത്ത് ഇതൊക്കെ കാണാം. അപ്പൊ സെന്റർ ലൈനിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു വന്നേ. അങ്ങോട്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്പീഡ് കുറച്ച് നമുക്ക് ടാക്സി ചെയ്യുന്ന സ്പീഡ് നോർമലി ഭയങ്കര കുറവാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഇരുന്നിട്ടല്ലേ നിക്കണേ. നമുക്കൊന്ന് തിരിച്ച് സെന്റർ ലൈനിലോട്ട് വരാം. പോയി ഇടിക്കില്ല. നമ്മളിടിക്കില്ല. നമുക്ക് എയർക്രാഫ്റ്റിനെ ഇപ്പൊ ഒന്ന് ലാൻഡ് ചെയ്യിപ്പിക്കാം. ആദ്യം സെന്റർ ലൈനിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അത് ഈ സ്പീഡ് കൂട്ടിയിട്ടാണോ വന്ന് ലാൻഡ് ചെയ്യണേ? അല്ല, നമുക്ക് സ്പീഡ് കുറച്ചിട്ടാ വന്ന് ലാൻഡ്. ഇപ്പൊ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു വൈറ്റ് ആർക്കിലെങ്കിലും വേണം നമ്മുടെ എയർ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം കുറയ്ക്കണം. അപ്പൊ നമ്മൾ ആദ്യം സെന്റർ ലൈനും കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മള് ആ റൺവേ കാണുന്നുണ്ടോ, ആ റൺവേയുടെ പെർസ്പെക്റ്റീവില് കറക്റ്റ് ആയിട്ട് വരണം. അതായത് നമ്മുടെ ഈ നോസ് ഷുഡ് ബി ഈ ഒരു 4 ഫിംഗേഴ്സിന് ഡൗൺ ആയിട്ട് വേണം. അവിടെ ഒരു എയിമിംഗ് പോയിന്റ് കണ്ടോ, അവിടെ വൈറ്റ് മാർക്കിംഗ് കണ്ടോ? ആ വൈറ്റ് മാർക്കിംഗ് നമുക്ക് ഇവിടെ ഒരു 4 ഫിംഗേഴ്സിനകത്ത് താഴെയായിട്ട് കിട്ടണം. യെസ്, നമ്മൾ ഇനി ലാൻഡ് ചെയ്യാൻ പോണോ? സെന്റർ റഡർ പിടിച്ചിട്ടുണ്ടോ? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഡറിനകത്ത് കൊടുക്കുന്ന പോലെ ഇരിക്കും. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം റഡർ ആണ്. നോ യൂസ് ഓഫ് കൺട്രോൾ കോൾ. അതുവരെയുള്ള കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് കൊച്ചിക്ക് ഞാൻ ഫ്ലൈറ്റ് ഓടിച്ചു.
അപ്പൊ ഇതാണ് സംഭവം. ഇതാണ് സംഭവം. ഇവിടുന്നാണ് കുട്ടികൾ തുടങ്ങുന്നത്. കാരണം നമ്മളിപ്പോ ഇവിടെ ബേസിക്കലി നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത് നമ്മളെ കുട്ടികൾ എവിടെയാണോ പോകുന്നത് അവിടെയുള്ള എക്സാക്ട്ലി പ്രൊസീജിയർ വെച്ചിട്ടാണ്. നമുക്ക് ഇവിടെ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. സോ ബേസിക്കലി അവരവിടെ പോകുന്ന സമയത്ത് അവർ ദേ വിൽ ഗെറ്റ് എൻ ഇൻട്രോ ബിഫോർ ഈവൻ ദേ സ്റ്റാർട്ട് ദ ഫ്ലൈങ്. ദേ നോ വാട്ട് ദേ ഗോയിങ് ടു ഡു. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ പഠിപ്പിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ഫ്ലൈറ്റ്, ലൈക്ക് ദേ ഷുഡ് നോ വാട്ട് ദേ ആർ ഫ്ലൈങ് അല്ലെ ആദ്യം തന്നെ. അപ്പൊ നമ്മൾ അതിനുള്ള പ്രാക്ടീസ് ആദ്യം കൊടുക്കും. ദേ വിൽ we will let them know what the flight actually does. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ഒരു ഫ്ലൈറ്റിനകത്തെ സ്പേസ് എത്രയാണോ ആ സ്പേസ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആക്ച്വൽ കോക്പിറ്റിന്റെ വലിപ്പം എന്ന് പറയുന്നത് തന്നെ ഈ സെയിം മെഷർമെന്റ് ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത് പഠിച്ച് ഇതില് ഒന്ന് തറവായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ ഫ്ലൈറ്റിൽ ഇരുന്നാലും പ്രാക്ടിക്കലി ആ ഒരു സെഷൻ നമ്മൾ എവിടെയാണോ ഫ്ലൈ ചെയ്യാൻ പോകുന്നത് അവരുടെയുള്ള എക്സാക്ട്ലി സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുപോലെ ഒരു 20 hours ഓഫ് ഫ്ലൈയിങ് നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കും. എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ സിമ്മിൽ കയറുന്നതിന് മുന്നേ സിമ്മിന്റെ പ്രാക്ടീസും സിമ്മിന്റെ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് മാത്രമാണ് കുട്ടികൾ സിമ്മിലേക്ക് കയറ്റുന്നത്. ഓക്കെ, ബിഫോർ അവരുടെ ഇപ്പൊ ഏത് എയർക്രാഫ്റ്റ് ആണോ ഫ്ലൈ ചെയ്യാൻ പോകുന്ന ആ എയർക്രാഫ്റ്റിന്റെ എക്സാമും കൂടെ കഴിഞ്ഞിട്ടാണ് കുട്ടികളെ സിമുലേറ്ററിനകത്ത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നന്നായിട്ട് എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പൊ എവിടെയൊക്കെ ഫ്ലൈ ചെയ്തു? ഇനി ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ കൊച്ചിക്ക് ഫ്ലൈ ചെയ്ത് പോകാൻ തീരുമാനിച്ചു. റിട്ടേൺ ഫ്ലൈറ്റിലാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത ഇയാസ ക്ലാസ്സിന്റെ ഒരു ക്ലാസ്സിൽ കൊണ്ടിട്ട് പോവാം. അവിടെ കുട്ടികള് ഇയാസ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഇൻസ്ട്രക്ടറിനെ നമ്മൾ അവിടെ വെച്ച് കണ്ടില്ല. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലാസ് ഇന്ററപ്റ്റ് ചെയ്യണ്ട, ജസ്റ്റ് sorry to disturb you. Hi. ഇപ്പൊ കറന്റ്ലി നമ്മുടെ ഇയാസ ക്ലാസ് ആണ് ഇതിപ്പോ. ഇനിയിപ്പം അടുത്ത ഇയാസ ബാച്ച് ആയിട്ട് പോളണ്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്നവരാണ് ഇവര്. അതെ അതെ, ഇനിയിപ്പോ ബാച്ച് 2 ആയിട്ട് വരാൻ. അതെ അതെ. So how's it going? It's going good. Okay. We are all ready to go to Poland. Okay. Okay, you carry on then. Okay? Yeah. Okay. അപ്പൊ എന്തുകൊണ്ട് ഇവരുടെ ക്ലാസ് ഇവിടെ വെച്ചത് കൊടുക്കുന്നത്? എന്ന് വെച്ചാൽ സിം ഇവിടെയാണല്ലോ ഉള്ളത്. അവർക്ക് ഇനി അടുത്തത് സിം സെഷൻ ആണ് ഇവർക്ക്. അപ്പൊ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് പോഫും കഴിഞ്ഞ് സിമ്മും ഉണ്ട്. പിന്നെ അതിനിടയിലാണ് ഇയാസയുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് അവർക്ക് ക്ലാസ് കൊടുക്കുന്നത്. ഇനി എവിടെ ക്യാപ്റ്റൻ? അവിടെ റിയൽ ക്യാപ്റ്റൻ ഇവിടെ ക്യാബിനിലുണ്ട്. നമുക്ക് ഇത്രയും നേരം ഒളിച്ചിരിക്കുകയാണോ? ഇത്രയും നേരം ഒളിച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു നമുക്ക് കാണാം. ഹലോ, നിങ്ങൾ ക്യാബിനകത്ത് ഒളിച്ചിരിക്കുകയാണോ? ഇത്രയും വലിയൊരു ഏവിയേറ്റർ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാണ് നമ്മൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിൻഡു ചിൻഡു ചിൻഡു. ഇതെന്റെ അനിയൻ അരുണാണ്. അരുണാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഓഫീസ് അസറ്റ് മാനേജറാണ്. എല്ലാ അസറ്റ്സിന്റെയും മൊയിലാണ് ഇദ്ദേഹമാണ്. ലക്ഷങ്ങളുടെ ബിസിനസ് ആണല്ലോ. അതിന്റെ ഒരു കഹാനിയുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഓഫീസിൽ നിന്നാണ്. ഓക്കെ, ഈ ഓഫീസിന് ഒരു പ്രത്യേകത ഉണ്ട്. പറഞ്ഞോ. ഈ ഓഫീസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഒറിജിനലി കുറച്ച് സ്പേസേ ഉള്ളൂ. ഓക്കെ, പക്ഷേ സ്റ്റുഡൻസ് ഇവിടെ സ്റ്റക്ക് ആവാതെ അവർക്ക് കുറച്ചും കൂടെ സ്പേസ് ഉള്ള രീതിയിൽ മോള് സെലക്ട് ചെയ്തത് അരുണാണ്. ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് മോളിൽ തന്നെ സ്പേസ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അത് ഇവിടത്തെ പ്രൈസും സ്പേസും കൂടെ ആകുമ്പോഴത്തേക്ക് കൈ നിൽക്കാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് ഓരോ സ്ഥലങ്ങൾ നോക്കിയിട്ട് അവസാനം കിട്ടിയ സ്ഥലമാണ്. എല്ലാം സ്റ്റേജ് പ്രോഗ്രാം എല്ലാം ചേട്ടനാണ്. ഞാൻ മറ്റേ ലൈറ്റ് സൗണ്ട്സ് മാത്രമേ അങ്ങനെയല്ലേട്ടാ, കാഞ്ഞ ബുദ്ധിയാണ്. എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് മോളില് ഓഫീസ് എടുക്കാൻ ചേട്ടാ. ഞാൻ പറഞ്ഞു ഭയങ്കര പൈസ ആവൂലേ? നമ്മളൊരു കുഞ്ഞു സ്പേസ് എടുക്കുന്നു ചേട്ടാ. പക്ഷെ ഒരു മോളാവുമ്പോ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടാവും. അവിടെ 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. സ്റ്റുഡൻസിന് അവിടെ തന്നെ ഇരിക്കാം, പഠിക്കാം, എപ്പോഴും വേണോ കയറി വരാം. അത് മാത്രമല്ല കേട്ടോ, അരുൺ തന്നെയാണ് ഒരു സ്റ്റുഡന്റ് ഇനിഷ്യലി കോണ്ടാക്ട് ചെയ്യുന്നത്, വെബിനാറിന് വിളിക്കുന്ന. ഞാൻ പറഞ്ഞില്ല, കോൾ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികളെ വിളിച്ച് അവരുമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ അവരെ മെഡിക്കലോട്ട് അവര് ക്ലാസ്സിൽ എത്തുന്നവരെ ആദ്യം കാണുന്ന ഒരു മുഖം എന്റേത്. ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യുന്നത് ശരിക്കും എല്ലാരും ഒന്ന് കാണട്ടെ. ഞാൻ ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ് പുതിയ കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ ഏവിയേറ്റർ സ്കൂൾ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ അരുൺ ഉണ്ടാവണം അല്ലെ? പുതിയ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രമ്യ കാണണം, ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. ഇഷ്യൂ എന്താണെന്നറിയോ, ഇപ്പം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കണം. ഈ അഡ്മിഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് നിങ്ങൾ വിചാരിക്കുമ്പോൾ അവിടെ ട്രെയിനിങ് ഒന്നുമല്ല, പിന്നെ ഹോസ്റ്റൽ.
ഒരാൾക്ക് ചിലപ്പം രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു റൂം ചിലപ്പോൾ ഒരാൾക്ക് ശരിയാവില്ല, ചിലപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് റൂം വേണം, ചിലർക്ക് AC വേണം, ചിലർക്ക് AC വേണ്ട. അപ്പൊ ഇത് ഭയങ്കര ടാസ്കാണ്. അത് ഇവർ രണ്ടുപേരുമാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്. നമ്മള് കൊണ്ടുപോയി കാണിക്കുമ്പോഴേ അവരും വിചാരിക്കുന്നത് നമ്മള് ആദ്യത്തെ ഹോസ്റ്റലാണ് കാണിക്കുന്നത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10-15 ഹോസ്റ്റൽ കണ്ടിട്ട് അതിൽ കൊള്ളാവുന്ന ഹോസ്റ്റലാണ് അവരെ കൊണ്ടുപോയി കാണിക്കുന്നത്. അവര് വിചാരിക്കും ഇതിനേക്കാൾ ബെറ്റർ കിട്ടും. ഇപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫ്രഷ് ബിൽഡിംഗ് ആണ്, ഓപ്പൺ ചെയ്യുന്നത് നമ്മളെ സ്റ്റുഡന്റ് ആണ്, പുതിയ ഹോസ്റ്റൽ. അതിന്റെ വീഡിയോസ് അയച്ചു കൊടുക്കാൻ ചിലപ്പോൾ അവരുടെ ചോദിക്കും വേറെ ഇല്ലേ. അതൊക്കെ പുള്ളി പോയി കൃത്യമായിട്ട് കണ്ടുപിടിക്കും. ആക്ച്വലി രമ്യ മീറ്റ് ചെയ്യാത്ത വേറൊരു ആളും കൂടെ നമ്മുടെ ടീമിലുണ്ട്. വിഷ്ണു ഇവിടെ ഉണ്ടോ? ആക്ച്വലി എല്ലാവർക്കും എന്നെ അറിയാവുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഒരു വെബിനാർ വഴിയാണ് എന്നെ പരിചയപ്പെടുന്നത്. അതെ, വെബിനാറിന്റെ കഥകളെല്ലാം ഞങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ വെബിനാർ നടത്തുന്നതും വെബിനാറിന് പിന്നിൽ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ATMS എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്റ്റുഡൻസിന്റെ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയറിന്റെ സൂത്രധാരനും എല്ലാം വിഷ്ണുവാണ്. എവിടെയാ തമ്പുരാൻ? ഇതാണ് കഥാപാത്രം, ഇതാണ് വിഷ്ണു. ഇന്നത്തെ വെബിനാറിനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ സെറ്റാണോ? എത്തിയാ മതി. അതെ, പുള്ളി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി തള്ളുകയാണ്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിഷ്ണു തന്നെയാണ് നമ്മളുടെ ATMS നോക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ട്രെയിനിങ് പാരാമീറ്റേഴ്സ് നോക്കുന്നത്. പുള്ളി ഇവിടുത്തെ സ്റ്റുഡന്റും കൂടെയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? സീനിയർ സ്റ്റുഡന്റ് കം എല്ലാം കോർഡിനേറ്ററും മാനേജ് ചെയ്യണതും എല്ലാം കൂടെയാണ്. അല്ല, പുള്ളി ജോയിൻ ചെയ്തപ്പോ കണ്ടീഷൻ വെച്ചതാണ്, സർ എനിക്ക് CPL കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. പുള്ളി ഓൾറെഡി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കഴിഞ്ഞതാണ്. അപ്പം വി എഗ്രീഡ് ആൻഡ് പുള്ളി ഇതിന്റെ ഇടയിൽ പഠിച്ചു നിൽക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അടുത്ത ബാച്ചിൽ പുള്ളി പോളണ്ടിലേക്ക് പോകും, ട്രെയിനിങ്ങിന് പോകും. ശിവാജി MGR സലാം ജാസ്മിനിലെ ജയറാമിന്റെ സാധനം. വെരി നൈസ്. അപ്പൊ അത് എന്തായാലും നിങ്ങളുടെ ഏവിറ്റർ സ്കൂളിൽ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറയാൻ സംഭവം അത് വിഷ്ണു തന്നെയാണ്. ഓക്കെ, യെസ് ചിന്റു, ഞങ്ങളിപ്പം നമ്മൾ ആ സ്കൂളിൽ പോയി കണ്ടു, ഈ സ്കൂളിൽ കണ്ടു, നിങ്ങളുടെ കംപ്ലീറ്റ് ഇവിടുത്തെ ഒരു മെക്കാനിസം കാര്യങ്ങളും എങ്ങനെയാണ് ഇവിടെ ഒരു സ്റ്റുഡന്റ് വരേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ചോദിക്കട്ടെ, ലാസ്റ്റ് ഒരു ഇത് എന്റെ മോളെ അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റുഡന്റിനെ നമുക്ക് ഇവിടെ വേണം, അതിന്റെ ഒരു പ്രോസസ്സും കൂടെ ഒന്ന് പറഞ്ഞു. എന്താണ് ഞങ്ങൾ ഏത് വെബിനാറിലൂടെയാണോ ഫസ്റ്റ് വരേണ്ടത്? ആക്ച്വലി അങ്ങനല്ല. ഒറിജിനലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സ്ക്രീൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അതായത് നമുക്കൊരു സ്ക്രീനിങ്ങിലൂടെ മാത്രമേ നമ്മുടെ ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം ചെയ്യേണ്ടത് സ്ക്രീനിങ് ആണ്. ആ സ്ക്രീനിങ് പാസ് ആവണം. അതെ, സ്ക്രീനിങ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം സ്ക്രീനിങ്ങിന്. അത് കഴിഞ്ഞിട്ടാണ് സ്ക്രീനിങ് നടത്തിയാണ് സെലക്ട് ചെയ്യുക. ആദ്യം പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. വെബിനാറിന് വരികയാണെങ്കിൽ ആ ലിങ്ക് കിട്ടും. ഞാൻ ആ ലിങ്ക് രമ്യക്ക് ഷെയർ ചെയ്ത് തരാം. നമുക്കത് നമ്മുടെ ഇതിന്റെ കൂടെ ഇടാം. അപ്പൊ ആ ലിങ്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ രജിസ്റ്റർ യുവർ സെൽഫ്. രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞോണ്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. യു ഹാവ് ടു ഗോ ത്രൂ സ്ക്രീനിങ്. എനിക്ക് അറിയില്ല, ക്യാപ്റ്റൻ അതെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ആ ഭീകരനാണ് എല്ലാരും എന്നെയാണ് പറയുന്നത്. എന്നെ ഒരു മാം 1.5 വർഷമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നത്. ആ കുട്ടിയാണെങ്കിൽ ഒരുപാട് വർഷം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഇതിനകത്ത് തോറ്റുപോയി. അപ്പൊ പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് എന്റെ മോനെ അറിയാലോ, സാറ് അതങ്ങ് കണ്ണടച്ച് അങ്ങോട്ട് എന്നെ വിശ്വസിച്ച് സെലക്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, പറ്റില്ല മാം, എനിക്ക് അതിനുള്ള അധികാരമില്ല. 2024 ഇവര് ടേക്ക് ഓവർ ചെയ്തത്. എനിവേ, എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. ഹോപ്പ് യു ഹാഡ് എ ഗുഡ് ടൈം. സിമുലേറ്റർ കണ്ടായിരുന്നോ? ഞാൻ കൊച്ചിക്ക് ഫ്ലൈറ്റിനാ പോകാൻ പോണേ. ഞാൻ ഓടിച്ച ഫ്ലൈറ്റ്. എന്തായാലും ഇതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇത് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ എല്ലാ ഏവിയേഷൻ സ്കൂളും ഇങ്ങനത്തെ ഒരു സിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഇത് വിഷ്വൽ ഫ്ലൈയിങ്ങിന് വേണ്ടിയുള്ളതാണ് അല്ലേ? ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ നിങ്ങൾ ആ സെയിം മെഷർമെന്റിലും സെയിം കുട്ടികൾക്ക് ആ സെയിം ഫീൽ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതല്ലേ? 20 മണിക്കൂർ they will train here on this sim and then they will go for flying. അപ്പോൾ ഇവർക്ക് ഓൾറെഡി ടാക്സി ചെയ്യാൻ അറിയാം, ഓൾറെഡി പ്രൊസീജിയേഴ്സ് അറിയാം, ജനറൽ പ്രൊസീജിയേഴ്സ് അറിയാം, എന്നുള്ള കാര്യങ്ങളെല്ലാം
കവർ ചെയ്യും. അവർ ശരിക്കും കംഫർട്ടബിൾ ആവും ഇതിലൊന്നും എല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെ, പിന്നെ അതൊരു ഈസി ആയിട്ട് അവർക്ക് അങ്ങ് തോന്നും. അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റുഡന്റ് സെലിബ്രേറ്റ് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർക്ക് തന്നെ ഒരു അത്ഭുതം വരുന്നു. ഇതെങ്ങനെ ഇത്ര ഈസി ആയിട്ട് പുള്ളിക്കാരിയുടെ അടുത്ത് ഈ എമർജൻസി പ്രൊസീജിയർ, നിങ്ങൾക്ക് എമർജൻസി പ്രൊസീജിയറിനെ പറ്റിയോ കയ്യൊക്കെ പൊക്കിയടേ പുള്ളിക്കാരി കേട്ടോളൂ. അപ്പം അതെ, അത്ര സ്മാർട്ട് ആക്കും നമ്മുടെ കുട്ടികളെ. അതിനാണ് നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു പൈലറ്റ് ആവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ചൂസ് ദ ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ ട്രിവാൻഡ്രം. അപ്പൊ പിന്നെ ഈസി ആയിട്ട് പ്രൊസീജിയർ എല്ലാം നിക്കണേ. അത് പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾക്കൊരു പൈലറ്റ് ആവണമെങ്കിൽ വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്ക്രീനിങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യാത്തത്. യു ഗോട്ട് മൈ പോയിന്റ്. നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വരൂ എന്ന് വിളിക്കാത്തത്. ഓക്കെ, അത്രയും അങ്ങനെ എല്ലാവർക്കും പറ്റില്ല. എന്നാലും സ്ക്രീനിങ് വന്നു കഴിഞ്ഞാലാണ്. doesn't mean that സ്ക്രീനിങ് തോറ്റുപോയി കഴിഞ്ഞാൽ they are not good for becoming a pilot. It's just that നമ്മുടെ മൊഡാലിറ്റിക്ക് വർക്ക് ആവില്ല. കാരണം നമുക്ക് ആദ്യം DGCA പിന്നെ ATPLും കൂടെ ഒറ്റയടിക്ക് പഠിക്കണം. ഈ സ്ക്രീനിങ് ഒരിക്കൽ വന്ന് അറ്റൻഡ് ചെയ്തു, ഫെയിൽ ആയിന്ന് വെച്ചോ, again is there a possibility 120 ദിവസം കഴിഞ്ഞിട്ട് യു ക്യാൻ അപ്ലൈ. വീണ്ടും ചെയ്യാം. അപ്പൊ അടുത്ത വർഷം. ഓ, അത്ര നാള് നമ്മള് വെയിറ്റ്, എന്നാലേ നിങ്ങൾ സമ്മതിക്കുള്ളൂ. അല്ല, അത് എന്തിനാണെന്നറിയാം, അത് ഫോഴ്സ്ഫുള്ളി അങ്ങനെ റൂൾ വെച്ചിരിക്കുകയാണ്. വി ഡോണ്ട് വാണ്ട് ദ സ്റ്റുഡൻസ് ടു വേസ്റ്റ് ദെയർ ടൈം. ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, ഒരു ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ മാത്രമല്ലല്ലോ. ഐ തിങ്ക് ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ത്രൂ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ലുക്ക് ഫോർ അനദർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എന്തോ ഭയങ്കര സംഭവം ഉണ്ടായിട്ടൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു ബാച്ചിനകത്ത് നമ്മൾ ഒരു 20 പിള്ളേർ എടുക്കുന്നു. 20 പിള്ളേർക്ക് 2 പിള്ളേർക്ക് ബാക്കിയുള്ളവരെ കൂടെ പാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒരുപാട് മെന്റൽ സ്ട്രെയിൻ ഉണ്ടാവും. ആൻഡ് ദേ വിൽ ഫീൽ ദാറ്റ് ദേ ആർ ബാഡ്, വിച്ച് ഇസ് നോട്ട് ട്രൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മറ്റേ കൈ പൊള്ളി പഠിക്കുന്ന പറയത്തില്ലേ, അങ്ങനെ കൈ പൊള്ളി പഠിച്ചതാണ് നമ്മൾ. ഒരുപാട് സ്റ്റുഡൻസ് മെന്റൽ സ്ട്രെസ് കണ്ടിട്ടാണ് വി ഡിസൈഡഡ് ഓക്കെ വിൽ പുട്ട് എ സ്ക്രീനിങ്, ദെൻ വി നോ. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ ചെയ്യുന്നത് ഇൻസ്ട്രക്ടേഴ്സ് തന്നെയാണ്. നാളെ എൻ്റെ അടുത്ത് ഒരു ഇൻസ്ട്രക്ടറും പറയില്ല സർ കുട്ടി പഠിക്കുന്നില്ല, നിങ്ങൾ സെലക്ട് ചെയ്തതാണ്. അപ്പൊ ഇൻ ദാറ്റ് വേ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവര് പറഞ്ഞതിനകത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഏവിയേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ലാക്സ് അല്ലെ, വലിയൊരു എമൗണ്ടിന്റെ ഒരു കോഴ്സും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഇവിടെ വരുന്ന എല്ലാ കുട്ടികളെയും ഇത്രയും പൈസ കിട്ടുമല്ലോ എന്നോർത്ത് ഏവിയേറ്റർ സ്കൂൾ ഇവിടെ അഡ്മിഷൻ കൊടുക്കാറില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഇപ്പൊ പറഞ്ഞ പോലെ സ്ക്രീനിങ് ജെനുവൻ ആയിട്ട് നിങ്ങൾ മെന്റലിയും ഫിസിക്കലിയും ആ സ്റ്റുഡന്റ് ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് ഏവിയേറ്റർ സ്കൂളിൽ അവർക്കൊരു സീറ്റ് ഉണ്ടാവുക. സോ അങ്ങനെയുള്ള നല്ല കേപ്പബിൾ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൈലറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇനി ഏവിയേറ്റർ സ്കൂളിൽ പറ്റിയിട്ട് ഫസ്റ്റ് ബാച്ച് ഇപ്പൊ റിലീസ് ചെയ്യാൻ പോണു അല്ലേ, വരാൻ പോണു. നെക്സ്റ്റ് ഇയർ ജൂൺ ആകുമ്പോഴായിരിക്കും നമ്മുടെ ഫസ്റ്റ് ബാച്ച് വരുന്നത്. ഫസ്റ്റ് ബാച്ച് പോയത് സെർബിയയിലാണ്. അവിടെ എന്റെ മോളും പോയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് പോവാണ്. അവിടെ ഞാൻ ഇവനെ മോളുടെ ഒരു ആഗ്രഹം അതായിരുന്നു ഇതിന്റെ എല്ലാം ഒരു തുടക്കം. പിന്നെ കേട്ട പോലെ കേൾക്കാതെ വളരെ അനിയൻ ബാക്കി അതൊക്കെ തുടങ്ങി തന്നു. വിത്തൗട്ട് രജിത ദിസ് ഇസ് നോട്ട് പോസിബിൾ. രജിത ഉണ്ടെങ്കിലേ ഈ പരിപാടി നടക്കുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടം പോലെ ഐഡിയാസും ഭയങ്കരമായിട്ട് ആലോചിക്കാനൊക്കെ അറിയാം. പക്ഷെ ഇത് എക്സിക്യൂഷന്റെ അവിടെ ഇവര് രണ്ടുപേരുമാണ്. ലൈക്ക് വെൻ ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട്, ഞാൻ ഐഡിയ പ്രസന്റ് ചെയ്തു, സ്ഥലം കണ്ടുപിടിച്ചത് അരുണാണ്. അത് മാത്രമല്ല, ഇവിടുന്ന് നമ്മൾ പുതിയ സ്ഥലം കണ്ടുപിടിച്ചത് അരുണാണ്. അത് ഡിസൈൻ ചെയ്തത് ആരാണെന്ന് അറിയാം. നമ്മുടെ ഡിഡ് യു ലൈക്ക് ദാറ്റ് പ്ലേസ്? നമ്മുടെ സ്റ്റുഡന്റ് ആണ് ഡിസൈൻ ചെയ്തത്. ഫ്ലൈ ചെയ്തോണ്ടിരിക്കുന്ന ജെബിനാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ അതാണ്. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പല രീതിയിലും പല ബുദ്ധിമുട്ടുണ്ടായി. ചിലരൊക്കെ കോൺട്രാക്ട് എടുത്തിട്ട് നമുക്ക് പണി ചെയ്യാതെ ഇട്ട് നമുക്ക് നഷ്ടം വരുത്തി. 3 മാസം 4 മാസം നമ്മൾ അടച്ചിട്ട് വാടക കൊടുത്തു. അങ്ങനെ കാരണം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. ചെറിയ പ്രശ്നങ്ങൾ. എനിവേ, അപ്പൊ അതാണ് ഏവിയേറ്ററിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. സോ എനിവേ, വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം. അപ്പോ ഫസ്റ്റ് ബാച്ച് റിലീസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. സോ താങ്ക് യു ചിന്റു. യെസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി അരുൺ, നടക്കട്ടെ, കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കട്ടെ. സോ ഐ വിൽ സീ യു ദെൻ. ഓക്കെ, ബൈ. താങ്ക് യു.